ഈ ബ്രാഹ്മണർ രാവിലെ കുളിയൊക്കെ സ്നാനം ചെയ്യും. എന്നിട്ട് സൂര്യകാര്യത്തിലേക്ക് ജനിച്ചുകൊണ്ടിരിക്കും. 108 ജനിക്കണമെന്നാണ് കണക്ക്. പക്ഷെ 108 ജനിക്കാറില്ല. ഞാൻ തന്നെ 24 ജനിക്കാറുള്ളൂ. പറയണമല്ലോ, കാരണം സമയമില്ല. അങ്ങനെ ഗായത്രിയും മറ്റും ജപിച്ച് പിന്നോട്ട് നോക്കിയ സമയത്ത് ഒരു മാൻപേട അവിടെ കുറച്ചു കഴിഞ്ഞപ്പോൾ വലിയൊരു ഗർജനം കേട്ടു. എന്താ ഗർജനം എന്ന് ചോദിച്ചാൽ ഒരു സിംഹം ഗർജിക്കുന്നതാണ്. സിംഹം ഗർജിക്കുന്നത് കേട്ട് കരയിൽ ജപിച്ചുകൊണ്ടിരിക്കുന്ന ഭരതൻ ഒന്നാമത്തെ നോക്കുമ്പോഴേക്കും മാൻപേട എടുത്ത് വെള്ളത്തിലേക്ക് ചാടി മറുപടിയിലേക്ക് ചൊല്ലാൻ തീരുമാനിച്ചു. പക്ഷേ ക്ഷീണം കൊണ്ടും ഭയം കൊണ്ടും പ്രസവിച്ച് ഒരു കുട്ടിയുണ്ടായി. കുട്ടി അങ്ങനെ ഒഴുകാണ്. ചക്രനദിയിൽ കുട്ടി അങ്ങനെ ഒഴുകുന്ന അവസരത്തിൽ മറുകരയിൽ എത്താൻ വേണ്ടി ശ്രമിച്ചു. എത്തിയില്ല, മരണപ്പെട്ടു. അമ്മ മരണപ്പെട്ടു. ചക്രനദിയിലേക്ക് എടുത്ത് ചാടി കുട്ടിയെടുത്ത് തന്റെ ആശ്രമത്തിൽ കൊണ്ടുവന്ന് സ്വന്തം മകനെ പോലെ, സ്വന്തം പുത്രനെ പോലെ ഭരതൻ എന്ന രാജാവ് വളർന്നു വലുതായ സമയത്ത് ക്രിയകളും മറ്റും ചെയ്യുന്ന അവസരത്തിൽ, പൂജകളൊക്കെ ചെയ്യുന്ന അവസരത്തില് പുറത്ത് വന്ന് ഇങ്ങനെ മംഗളം പഠിക്കട്ടെ നിനക്ക്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി അനുഗ്രഹിച്ച് പൂജാതിക്രമങ്ങളൊക്കെ കുറവാൻ തുടങ്ങി. ഈ ഭരതൻ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനാണ്. ഭക്തന്മാരായി കഴിഞ്ഞാൽ നമുക്ക് അസാധ്യമായി തോന്നില്ല. ശ്രീകൃഷ്ണ ഭഗവാന്റെ പാരായണം, ശ്രീകൃഷ്ണനെ കുറിച്ച് നമുക്ക് പാരായണം ചെയ്യുന്ന അവസരത്തില് അല്ലെങ്കിൽ സാധനം വർണ്ണിക്കുന്ന അവസരത്തിൽ അത് കേട്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമുക്ക് നരകത്തിലേക്ക് പോകില്ല. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും മുമ്പ് എത്രയോ ആചാരന്മാർ എന്നെക്കാൾ വിവരപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പാപകർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സൂര്യന്റെ പുത്രനായ യമധർമാവിന്റെ കൊട്ടാരത്തിലേക്ക് പോകും, അവിടെ ശിക്ഷയുണ്ട്. പക്ഷേ ഇതുപോലെയുള്ള വേദിയിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് ആ പ്രഭാഷണവും പാരായണം കേട്ടു കഴിഞ്ഞാൽ ഒന്നും ചിന്തിക്കണ്ട. നാമസങ്കീർത്തനം എന്ന് പറയും. നാമസങ്കീർത്തനം ചെയ്ത ഓനമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശി മന്ത്രം 12 അക്ഷരമുണ്ട്. ആ 12 അക്ഷരവും ജപിച്ചു കഴിഞ്ഞാൽ അതിനപ്പുറം ഒരു ഭാഷ്യം നമുക്ക് കിട്ടാനില്ല. അത്രയും പ്രാമുഖ്യമുണ്ട്. ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞാൽ 12 സ്കന്ധങ്ങളുണ്ട്, 335 അധ്യായം, 18,000 പരം ശ്ലോകങ്ങളോട് കൂടിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ അവതാരങ്ങൾ എടുത്ത് രീതിയിലാണ് ചെയ്യുന്നത്. അങ്ങനെ ഭരതൻ ആ കുട്ടിയെ എടുത്ത് ശുശ്രൂഷിച്ച് വയസ്സായി കിടപ്പിലായ സമയത്ത് ഭരതനെ ചിന്തിച്ചു, കഷ്ടം തന്നെ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിയെ, മാൻകുട്ടിയെ ആര് സംരക്ഷിക്കും? പ്രായമായി എന്നിങ്ങനെ ചിന്തിച്ച് ഭരതൻ മരണപ്പെട്ട സമയത്ത് പിറ്റേത്തെ ജന്മം ഒരു മാനായിട്ട് ജനിച്ചു. നിങ്ങൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മരണം ആസന്നമായ ഒരു വ്യക്തി എന്താണോ ചിന്തിക്കുന്നത് അടുത്ത ജന്മം ഉണ്ടെങ്കിൽ അതായിരിക്കും. ഒരു സ്ത്രീയെ തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ അടുത്ത ജന്മം സ്ത്രീയായിരിക്കും. ഇവിടെ ഭരതൻ മാനിനെ തന്നെ നിലച്ച് മരണപ്പെട്ടതുകൊണ്ട് മാനായി തീർന്നു. അങ്ങനെ മറ്റു മാനിന്റെ കൂടെ ഇങ്ങനെ സഞ്ചരിച്ച് മുമ്പ് താമസിച്ച പുരകാശ്രമത്തിന്റെ സമീപത്ത് എത്തിയ സമയത്ത് നമുക്ക് ആർക്കും പൂർവജന്മം. പക്ഷേ ഇദ്ദേഹം ഭഗവത് ഭക്തനാണ്. അതുകൊണ്ട് ഭഗവാൻ എപ്പോഴും അനുഗ്രഹിച്ചതാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇയാൾക്ക് ഓർമ്മയുണ്ടായി, കഴിഞ്ഞ ജന്മം ഭരതൻ എന്ന ഒരു രാജാവായി എങ്ങനെ ചിന്തിച്ചു, ഇനി ഒരിക്കലും ഒരു ജന്മം വേണ്ട. ആ ചക്രനദിയെ തന്റെ ജീവൻ, നമ്മുടെ ശരീരം ഉപേക്ഷിച്ച് അദ്ദേഹം മരണപ്പെട്ടു. അടുത്ത ജന്മത്തിൽ അദ്ദേഹം
ഒരു ബ്രാഹ്മണന്റെ കുടുംബത്തിൽ അവസാന ജന്മമാണ് ബ്രാഹ്മണന്റെ ജന്മം എന്ന് കേൾക്കുന്നത് ശരിയോ തെറ്റോ എന്ന് പറയാൻ എനിക്കറിയില്ല. കാരണം ഞാൻ മരിച്ചിട്ടില്ല. മരിക്കുന്നതേ ഉള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. അപ്പോ അവസാന ജന്മമാണ് ബ്രാഹ്മണ ജന്മം എന്ന് പറയുന്നത്. അനേകം ജന്മങ്ങളിൽ 14 ജന്മം പശുവായിട്ടൊക്കെ ജനിച്ചിട്ട് വേണം നമുക്ക് ബ്രാഹ്മണ ജന്മം കിട്ടണമെങ്കിൽ. പക്ഷെ അത് രാവണനാവരുത് കേട്ടോ. ഇപ്പോഴത്തെ ബ്രാഹ്മണൻ പോലെ മോശക്കാരല്ല. വേണ്ടപ്പെട്ട രീതിയിൽ വേണ്ടതൊക്കെ ചെയ്യുന്നവരായിരിക്കണം ബ്രാഹ്മണന്മാർ. ക്ഷമ വേണം. അതൊക്കെ വളരെ കുറവായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവരും അങ്ങനെ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച് ഉപനയനം, സമാവർത്തനം ഇതൊക്കെ കഴിക്കണം. അതെല്ലാം ചെയ്തു. പക്ഷേ ഒരൊറ്റ അക്ഷരം ഗുരുവിട്ട് മന്ത്രം ചെയ്തില്ല. ഒരു മന്ത്രവും ഗുരുവിട്ടില്ല, ചെയ്തില്ല. കൊടുത്താൽ കഴിക്കും, കൊടുത്തില്ലെങ്കിൽ ഭക്ഷണമൊന്നും കഴിക്കില്ല. ചെറുപ്പത്തിൽ തന്നെ ജഡനായി കണ്ടതുകൊണ്ട് ജഡവരതൻ എന്ന നാമകരണം ചെയ്തു. അങ്ങനെ ജഡവരൻ അങ്ങനെ വളർന്നു വന്ന സമയത്ത്, മാതാപിതാക്കൾക്ക് മരിച്ച സമയത്ത് സഹോദരന്മാര് ഇദ്ദേഹത്തെ എന്താണ് ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു ജോലി എടുക്കേണ്ട, ഒരു ജോലിയും ചെയ്യില്ല. ഭക്ഷണം നല്ലവണ്ണം കഴിക്കും, കൊടുത്താൽ മാത്രമേ കഴിക്കൂ, വേണം ഒന്നും പറയില്ല. ഇങ്ങനെ ആയിട്ട് ധാരാളം കൃഷിസ്ഥലമുണ്ട് അവിടെ. ആ കൃഷിസ്ഥലത്ത് ഒരു കൂടാരം കേട്ടിട്ട് അവിടെ താമസിച്ചു. അങ്ങനെ വൃഷണ രാജാവ് സന്താനമില്ലാതെ ഒരു ദൈവത്തിനെ കൊണ്ട് പ്രശ്നം പറ്റിച്ച സമയത്ത് ഒരു മനുഷ്യനെ നിലവിൽ കൊടുക്കാൻ വേണ്ടി വിധിച്ചു ദൈവത്തിന്. അങ്ങനെ സൈന്യത്തെ വിളിച്ച് നിലവിൽ കൊടുക്കാൻ പറ്റിയ ഒരു മനുഷ്യനെ, ഒരു പുരുഷനെ കണ്ടുപിടിക്കാൻ വേണ്ടി സൈന്യത്തിൽ എല്ലാ സ്ഥലത്തും അങ്ങനെ സഞ്ചരിച്ചു. പക്ഷേ എവിടെ നിന്ന് കിട്ടിയില്ല. ഒടുവിൽ കൂടാരത്തിന് സമീപം എത്തിയ സമയത്ത് ജഡവരൻ അവിടെ ഇരിക്കുന്നുണ്ട്. അല്ല, നിന്നെ കൊല്ലുമെന്ന് പറയാൻ പറ്റുമോ? ഉടനെ അങ്ങോട്ട് വന്നിട്ട് കൈ പിടിച്ച് നേരെ കൊണ്ടുവന്നു. ഭദ്രകാളി കോവിൽ കൊണ്ടുവന്ന് അവിടെ രാത്രിയാണ് സമയം. രാത്രി കുടിയൊക്കെ കഴിഞ്ഞ്, സ്നാനമൊക്കെ കഴിഞ്ഞു, വേണ്ട ചതുർവിധ ഭക്ഷണമൊക്കെ കഴിച്ച് ഉറക്കം കഴിഞ്ഞു. വീണ്ടും പ്രഭാതത്തിന് 4 മണിക്ക് എഴുന്നേറ്റ് വേണ്ട വിധം ഭക്ഷണമൊക്കെ നൽകി. മരിക്കാൻ പോകുന്നതിന് വേണ്ട വിധത്തിൽ എന്ത് വേണമെന്നും കൊടുക്കാൻ തയ്യാറായി. അത് കഴിഞ്ഞ് വസ്ത്രങ്ങൾ അലങ്കരിച്ചു, പട്ടുവസ്ത്രങ്ങൾ ശ്രീകോവിലിന്റെ മുമ്പിൽ കൊണ്ട് കിടത്തി, കമിത്തി കിടത്തി. അപ്പൊ തസ്കര വീരന്മാർ, വാദ്യഘോഷങ്ങള്, ശംഖുവിളിയൊക്കെ ധാരാളം ആളുകളുണ്ട്. അങ്ങനെ ഇരിക്കുക. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ ഭദ്രകാളിത ഇപ്പോൾ വധിക്കും. ആ സമയത്ത് ഭദ്രകാളി കോവിൽ നിന്നും 1000 സൂര്യപ്രകാശം, സൂര്യൻ വെച്ച പോലുള്ള പ്രകാശം മുൻപോട്ട് വന്നു ജഡവരന്റെ മുമ്പിലേക്ക്. അപ്പോൾ എല്ലാവരും കണക്കിലാക്കി, ഒന്നും ഭയപ്പെടാനില്ല, ഭദ്രകാളി തന്നെ നിഗ്രഹിക്കും. പക്ഷേ അങ്ങനെ വിപരീതമാണ്. ഭദ്രകാളി പ്രതിഷ്ഠയിൽ നിന്നും ചാടി എഴുന്നേറ്റ് ഉറഞ്ഞുകൊണ്ട് വന്നു. എന്നിട്ട് തസ്കര വീരന്മാരിൽ നിന്നും വാൾ പിടിച്ചെടുത്ത് തസ്കര വീരന്മാരെ എല്ലാം വധിച്ചു. ഇത് കണ്ട അവിടെയുള്ള ഭക്തജനങ്ങളെല്ലാം 4 ഭാഗത്തേക്കും ഓടിപ്പോയി. ചോരക്കളമായി മാറി പ്രതിഷ്ഠയിൽ തന്നെ ഭദ്രകാളിയിലേക്ക് ചെയ്തു. ഭരതൻ ഒന്ന് മെല്ലെ തല പൊട്ടിട്ട് 4 ഭാഗത്തേക്ക് നോക്കിയ സമയത്ത് ആരുമില്ലാതെ ചാടി എഴുന്നേറ്റ് നദി തീരത്തേക്ക് അങ്ങനെ നടക്കാം. ആ സമയത്ത് രഘുഗണൻ എന്ന ഒരു രാജാവ് തന്റെ ആചാര്യനായ കവിരാജനെ കാണാൻ വേണ്ടിയിട്ട് ഒരു പല്ലക്ക്, നിങ്ങൾക്ക് ഏകദേശം 50 വയസ്സിന് മേലെയുള്ളവരായതുകൊണ്ട് ഈ പല്ലക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പല്ലക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും അറിയോ? ചില ആളുകൾക്ക് അറിയാം, എനിക്കറിയാം. അപ്പോ പല്ലക്ക് 2-4 ആളിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. അങ്ങനെയുള്ള പല്ലക്ക് എന്റെ ബെല്ലമ്മയ്ക്ക് ഉണ്ടല്ലോ. ബെല്ലത്തിന് വിവാഹം കഴിഞ്ഞിട്ട് 70 കൊല്ലത്തെ അവര് പല്ലക്കിലാണ്.
അപ്പൊ പല്ലക്ക് എന്ന് പറഞ്ഞാൽ 50 വയസ്സിന് കീഴ്പോട്ടുള്ളവർക്കറിയില്ല, 50 വയസ്സിന് മേലുള്ളവർക്ക് പല്ലക്കിനെ പറ്റി അറിയാം. ആ പല്ലക്കിനെ കപിലാചാര്യനെ കാണാൻ വേണ്ടി രഘുഗണൻ നേരെ പുറപ്പെട്ടു. ഇഷ്ടു നദി തീരത്ത് എത്തിയ സമയത്ത് പെട്ടെന്ന് ഒരാൾക്ക് വയ്യ, അവിടെ ഇരുന്നു. പകരം ഒരാൾക്ക് വയ്യാതെ 3 പേരുണ്ടായാൽ പല്ലക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. അവിടെ ഇരുന്ന സമയത്ത് എന്താ ചെയ്യും? ഒരാൾ വേണ്ടേ? അങ്ങനെ അന്വേഷിച്ച് ഭടന്മാര് അല്ലെങ്കിൽ സൈനികർ നടന്ന സമയത്ത് ഇക്ഷു നദി തീരത്ത് കൂടി അങ്ങനെ നടന്നു പോകുന്നുണ്ട്. അത് നേരത്തെ സൂചിപ്പിച്ച ജഡവരനോട് ചോദിച്ചുവല്ല, രാജാവിന്റെ പല്ലക്ക് ചുമക്കാൻ ഒരാൾ കുറവുണ്ട്, ഒരാൾക്ക് വയ്യാതെ വന്നുകൊണ്ട് ഒരു ഉപകാരം ചെയ്യുമോ? ഒന്നും വേണ്ടിയില്ല. അപ്പോ മൗനം സമ്മതം എന്ന നിലയിൽ ആ കൈയോടെ പിടിച്ച് പല്ലക്ക് ചുമക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചു. അങ്ങനെ പല്ലക്ക് ചുമക്കാൻ വേണ്ടി ഏൽപ്പിച്ച സമയത്ത് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ നടക്കാൻ ഈ ഭരതന് ഒരു പ്രത്യേകതയുണ്ട്. വിശ്വാസികൾക്ക് അത് മനസ്സിലാവും, വിശ്വാസമില്ലാത്തവർക്ക് മനസ്സിലാക്കാൻ സാധ്യതയില്ല. ഒരു പാദം എടുത്തു വെച്ച് മറ്റേ പാദം എടുത്തു വെക്കുമ്പോൾ അതിന്റെ അടിയിൽ വല്ലതും പൊട്ടിട്ടുണ്ടോ എന്നൊരു സംശയം വല്ല മുമ്പോ. അത്രയും കർക്കശമാണ് ഭരതൻ. അങ്ങനെ നടന്ന സമയത്ത് നമ്മളെ രഘുകുലനായ രാജാവ് പറഞ്ഞു, ഇതെന്താ ഇങ്ങനെ ഇഷ്ടു നദി തീരത്ത് എത്തുന്നത് വരെ ഒരു വിഷമം ഉണ്ടായിട്ടില്ല. അപ്പോൾ പറഞ്ഞു, ബാക്കിയുള്ള എല്ലാവരും പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ നിയമിച്ച ജഡവരൻ അദ്ദേഹത്തിന്റെ നടത്തുന്നത് പ്രത്യേകത അതുകൊണ്ടാണ്. അപ്പോൾ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, പല്ലക്ക് ശരിയായ രീതിയിൽ തന്നെ വയ്ക്കണം. വീണ്ടും അതുപോലെയായ സമയത്ത് പറഞ്ഞു, എടാ നീ എന്നെ നിസ്സാരനാക്കുന്നു, ഞാൻ രാജാവാണ് ഈ രാജ്യത്തെ, മാത്രമല്ല സർവോത്തമനാണ് എന്ന് അങ്ങ് വിശ്വസിക്കുന്നില്ലേ? അങ്ങ് സർവോത്തമനല്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ, രാജാവിനെ സൃഷ്ടിച്ച കൈകൾ കൊണ്ട് തന്നെയാണ് യാചകനെയും സൃഷ്ടിക്കുന്നത്. മാത്രമല്ല രാജാവിന്റെ കൊട്ടാരം നിസാരമാണ് ഭഗവാൻ, ഉന്മാദം ശ്രേഷ്ഠവുമാണ്. ഇതാണോ പഠിച്ചത് നിങ്ങള്? കവിരാചാര്യൻ നിന്നും ഇതാണോ പഠിച്ചത് എന്ന് ചോദിച്ചത്. മാത്രമല്ല ഇവിടെ എല്ലാം ശ്വാസകമാണ് എന്ന് വിശ്വസിക്കുന്നതിനെ ഒരിക്കലും സാധന. ഈ കസേരയിൽ ഇരിക്കുന്ന അവസരത്തിൽ ഒരാൾ പറഞ്ഞു, എന്റെ കസേരയാണ്, ഇവിടെ സീറ്റ് തരാൻ പറ്റില്ല. എന്താ എന്റെ കസേരയാണ് എന്നത് വിശ്വാസം ഒരിക്കലും നമ്മൾ ഞാൻ ഈ രീതിയിൽ ഒരു വഴിപോട് കഴിഞ്ഞായിരുന്നു പോകും. ഇനി എപ്പോഴാണ് പറയാൻ പറ്റില്ല. എന്റേത് എന്ന ഒരു വാക്കില്ല, അതൊരിക്കലും നമുക്ക് ശ്വാസമല്ല. ഒന്നും ഇവിടെ ശ്വാസമല്ല. കാരണം നമ്മളെല്ലാവരും മരണപ്പെടും. ആയിട്ടില്ല, കുറച്ചു കാലം കഴിഞ്ഞാൽ അതിന്റെ സമയമാകുന്ന അവസരത്തിൽ നമ്മളിങ്ങനെ ഓരോരുത്തരായിട്ട് മരണപ്പെടും. അത് സാധാരണമാണ്. ആരോഗ്യമനുസരിച്ചിട്ട് മരണം സംഭവിച്ചു. ഞാനൊരു ഭാരതത്തിന്റെ പ്രഭാഷണം ചെയ്തിട്ട് ഒരാളോട് ചോദിച്ചു കഴിഞ്ഞപ്പോ, തിരുമനി ഒരാൾ 60 വയസ്സിൽ മരിക്കുന്നു, മറ്റൊരാൾ 35 മരിക്കുന്നു, ഒരാൾ 90 വയസ്സ് കഴിഞ്ഞിട്ടും മരിക്കുന്നില്ല, എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് എനിക്ക് അറിയുന്നത് വലിയ വിവരമില്ല. അതെങ്ങനെ ചോദിച്ചാൽ, പൂർവ്വജന്മത്തിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തവര് ഈ ജന്മത്തിൽ 95 വയസ്സായിരുന്നില്ല. ഒരു സൽക്കർമ്മവും ചെയ്യാൻ പാപകർമ്മങ്ങൾ ചെയ്ത് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരു 35-40 വയസ്സാകുമ്പോൾ മരിക്കും. പൂർവ്വകാലത്ത് സൽക്കർമ്മത്തിന്റെ ഫലമായിട്ടും പാപകർമ്മത്തിന്റെ ഫലമായിട്ടും ജനിക്കുകയും മരിക്കുകയും ചെയ്യും. അപ്പോൾ ചോദിച്ചു, മരണം ഇല്ല എങ്ങനെ കഴിയും? മരണമില്ലാത്തവനാണ് കഴിയോ? നമുക്ക് മരണം ഇല്ലാത്തവനാണെങ്കിൽ ജനിക്കാതിരിക്കണം. ജനിച്ചാൽ മരണം. ജനിക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം എന്ന് ചോദിച്ചാൽ, ജീവനുള്ള സമയത്ത് ജനിച്ച സമയത്ത് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യണം.
സൽക്കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അടുത്തൊരു ജന്മമില്ല. സുഖമായിട്ട് മഹാവിഷ്ണുവിന്റെ സുഖമായിട്ട് കഴിയാറുണ്ട്. സ്വർഗലോകത്ത് പറയും, സ്വർഗലോകത്ത് തൽക്കാലം ഒരാശ്വാസം കിട്ടും, നല്ല സാമ്പാറൊക്കെ കിട്ടും. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ 6 മാസം 8 മാസം കഴിഞ്ഞാൽ ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിന് ഗർഭിണിയായി കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങോട്ട്. അപ്പൊ നമുക്ക് കിട്ടേണ്ടത് ധാരാളം നാരായണ നാരായണ എന്ന പദം വിഭജിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓണോ ഭഗവതി വാസുദേവായ എന്ന മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല ജന്മം നമുക്കുണ്ടാകും. ഒരു വിഷമം ഇപ്പോൾ തന്നെ ഞാൻ ക്ഷേത്രത്തിൽ വരുമ്പോൾ തന്നെ ഇങ്ങനെ നോക്കി, ഇവിടെ ഉള്ളവർ ആരും മോശക്കാരല്ല എന്ന് എന്റെ ചെറുപ്പത്തിൽ മന്ത്രിയുടെ കൃഷ്ണൻ. സാമ്പത്തികമായിട്ട് ആരും മോശമല്ല. ആളുകൾ ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് സ്വാഭാവികമാണ്. സപ്താഹത്തിലും 24 ഇതൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ ഭഗവാനെ ധ്യാനം ചെയ്യാം. ധ്യാനം ചെയ്താൽ അതിനപ്പുറം സൗഭാഗ്യം നമുക്കില്ല. ഈ ക്ഷേത്രത്തിന്റെ ഇപ്പോൾ വളരെയധികം പ്രയാസങ്ങൾ നേരിട്ടിട്ട് കമ്മിറ്റിക്കുണ്ട്. എങ്കിലും സെക്രട്ടറിക്കായി അവര് മറ്റുള്ളവർ എല്ലാം തന്നെ കുറച്ചു കാലം മുൻപ് ഈ ക്ഷേത്രത്തിൽ വളരെയധികം കഷ്ടതകൾ അനുഭവിച്ചിട്ട് ഇപ്പോഴത്തെ പ്രവേശിക്കുന്നത് ശ്രീകൃഷ്ണനുണ്ട്, അവിടെ ദുർഗാദേവിയുണ്ട്, ഗണപതിയുണ്ട്. എന്നിരുന്നാലും വളരെ കഷ്ടതകൾ അനുഭവിച്ചിട്ട് തന്ത്രിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. കണ്ടിട്ട് പറഞ്ഞു, ഈ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാവും, യാതൊരു സംശയവുമില്ല കാര്യത്തിൽ. ഞാൻ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി നല്ല പുരോഗതി ഉണ്ടാവും. അങ്ങനെ എന്ത് ചെയ്തു? ജഡഭരൻ പറഞ്ഞു, ജഡഭരനോട് പറഞ്ഞു, രാജാവ് എന്താ പറഞ്ഞത്? നിങ്ങൾ ഉപദേവന്മാരാണോ? ദേവന്മാരാണോ? ഉപദേവന്മാരാണോ? നിങ്ങൾ ആരാ? ഞങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി വന്നതാണോ എന്നൊക്കെ ചോദിച്ചു. മാത്രമല്ല, ഞാൻ രാജാവ് എന്ന നിലയിൽ മനപൂത്ര വിസർജനത്തിന് ഇങ്ങനെ രാജാവ് എന്ന് ധരിച്ച് അങ്ങേ ഗൗനിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. അനേകം ഉപകാരങ്ങളെ ചെയ്തിട്ട് ധാരാളം ഉപദേശിച്ചിട്ട് ഒടുവിൽ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഭഗവത് ഭക്തരായിട്ട് സ്വസ്ഥാനത്തേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ ഭാരതം പോയി. ശേഷം 2-3 തലമുറ എന്നാലേ നിങ്ങൾക്ക് ബോധ്യപ്പെടും. അതിൽ ഈ ഭാഗവതത്തിന് ഒരു ആത്മദേവൻ എന്ന ദിവസം കേട്ടിട്ടുണ്ട്. ആത്മദേവൻ എന്നൊരു പദവിയുണ്ട്. എന്താ ആത്മദേവൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ശരിയായിട്ട് മനസ്സിലാവും. ആത്മദേവൻ എന്ന ഒരു പിതാവ്, അദ്ദേഹത്തിന്റെ ഭാര്യ ദുർദുരി, 2 പേരും വളരെയധികം പരസ്പര സ്നേഹത്തോടു കൂടിയിട്ട് മൂഞ്ഞാതി കർമ്മങ്ങൾ ചെയ്ത് വളരെയധികം സുഖമായിട്ടാണ്. ഇങ്ങനെയൊക്കെ സന്താനങ്ങളൊന്നും ഇല്ലാതെ അത്യധികം ദുഃഖിച്ചുകൊണ്ട് ഇങ്ങനെ കഴിയും. ആ സമയത്ത് സന്താനമില്ലാത്തതിനാൽ ഭാര്യയായ ദുർദുരിക്ക് ഒരു വിഷമവുമില്ല. പക്ഷെ ആത്മദേവന് വളരെയധികം ദുഃഖം തോന്നി. ഒരു സന്താനമില്ലല്ലോ എന്ന് ഇങ്ങനെ ചിന്തിച്ച് ഒരു ദിവസം മധ്യാഹ്നത്തിന് ആത്മദേവൻ കൊട്ടാരവും തന്റെ പ്രിയപത്നിയും ഉപേക്ഷിച്ചിട്ട് വനത്തിലേക്ക് പോയ സമയത്ത് ദാഹം, വിശപ്പ്, സമീപത്ത് കണ്ട ഒരു പൊയ്കയിൽ ഇറങ്ങിയിട്ട് വെള്ളം കുടിച്ച് ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരുന്നു. അപ്പോഴൊരു സന്യാസി വന്നിട്ട് അതേപോലെ തന്നെ വെള്ളം കുടിച്ചിട്ട്, ഓ ബ്രാഹ്മണ നമസ്കാരം, അങ്ങ് എന്തിനാണ് കഴിയുന്നത്? സ്വസ്യ ദുഃഖസ്യ കാലം, എന്താണ് അങ്ങനെ കഴിയാൻ കാരണം എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞു, അയ്യോ സന്യാസിയോട് പറഞ്ഞു, എനിക്ക് എന്റെ കാലശേഷം കുട്ടികളില്ല, എന്റെ കാലശേഷം കർമ്മങ്ങൾ ചെയ്യാൻ കുട്ടികളില്ല, ഒരു കുട്ടിയെ എന്ന് ചോദിച്ചപ്പോൾ സന്യാസി വീണ്ടും ചോദിച്ചു, അങ്ങേക്ക് തലക്കുറപ്പുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് അതുകൊണ്ട് സമയത്ത് 7 ജന്മം പുത്രനോ സന്താനങ്ങൾ ഉണ്ടാകുന്നത് പറഞ്ഞപ്പോൾ അത് പറ്റില്ല, എനിക്കൊരു കുഞ്ഞിയെ വേണം എന്ന് നിരന്തരമായിട്ട്
തുടരെയുള്ള ചോദ്യത്തിന് നമ്മുടെ സന്യാസി പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നു. എന്നിട്ട് ഇങ്ങനെ ധ്യാനിച്ചു, ഭഗവാനെ ധ്യാനിച്ച സമയത്ത് ഒരു പെണ്ണിന് പഴം ആ മടിയിലേക്ക് കൊണ്ടുപോകും. ആ പഴം എടുത്തിട്ട് എഴുന്നേറ്റ് സന്യാസി പറഞ്ഞു, ഏ ബ്രാഹ്മണ, ഭാര്യയുണ്ട് ഇല്ലേ? ഉണ്ട്. ഈ പഴം നിങ്ങളുടെ ഭാര്യക്ക് കൊടുക്കണം. ഗർഭിണിയാവും 10 മാസത്തിനുള്ളിലായിട്ട് പരമജ്ഞാനിയായ ഒരു പുത്രൻ നിങ്ങൾ ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചു. എല്ലാവരും പറയും 10 മാസം. യഥാർത്ഥത്തിൽ 10 മാസം ആ 300 ദിവസം ഒരു കുട്ടിയെ നിങ്ങൾ സ്ത്രീകളുടെ ഒരിക്കലും സാധ്യമല്ല. കണക്ക് എല്ലാവരും പറയും 10 മാസമായി 10 മാസം ആവില്ല എന്ന് ഞാൻ പുസ്തകത്തിൽ പഠിച്ചതാണ്. 10 മാസം 272 ദിവസം ആദ്യത്തെ പ്രസവമാണെങ്കിൽ ചിലപ്പോൾ മറ്റ് ഇങ്ങോട്ട് 272 അങ്ങോട്ട് ഇങ്ങോട്ട് അതിനെ കൂടുതലാവും. ചിലപ്പോൾ 279 അങ്ങനെയാണ്. അപ്പോ ഇത് കൊടുത്തിട്ട് പരമജ്ഞാനിയായി കുട്ടി ജനിക്കട്ടെ എന്ന് കൊടുത്തു. വളരെ പക്ഷേ സുഖത്തെയും ദുഃഖത്തെയും പ്രദാനം ചെയ്യുന്ന ഒരു പുത്രൻ ഉണ്ടാവും എന്നാണ്. സുഖത്തെയും ദുഃഖത്തെയും പ്രദാനം ചെയ്യുന്നത് അതെന്താണ് ചോദിച്ചാൽ അത് പിന്നീട് മനസ്സിലാവും. അങ്ങനെ പഴം കൊടുത്തിട്ട് ആ പഴവും എടുത്തിട്ട് ഇല്ലത്തേക്ക് വന്നു. ഇല്ലത്ത് വന്ന് ദുർമില്ല വിളിച്ചിട്ട് പറഞ്ഞ ഈ പഴം കഴിച്ചുകൂടാ, എന്നാൽ അടുത്ത വർഷത്തിൽ ഒരു കുട്ടിയെ നിങ്ങൾക്കുണ്ടാകും പരമജ്ഞാനിയായിട്ട്. ശരി ആയിക്കോട്ടെ. അങ്ങനെ അവിടെ വന്ന് തുണ്ടുടിയെ വിളിച്ചിട്ട് കൊടുത്തു. പഴം കൊടുത്തിട്ട് വിവരങ്ങളെല്ലാം പറഞ്ഞ് അദ്ദേഹത്തിന്റെ പാട്ട് പോകും. ആ സമയത്ത് ദുന്ദുലി ഇങ്ങനെ പഴം കയ്യിൽ പിടിച്ച് ഇങ്ങനെ ചിന്തിച്ചു, ഈ പഴം തിന്നാൽ ഞാൻ ഗർഭിണിയാവും. ഗർഭിണിയായിരിക്കുന്ന ഒരു 7-8 മാസം കഴിയുമ്പോഴേക്കും വലിയ വയറുണ്ടാവും. വലിയ വയറൊക്കെ ആകുമ്പോൾ ഗൃഹജോലികൾ ചെയ്യാൻ സാധിക്കില്ല. മാത്രമല്ല മലമൂത്ര വിസർജന ദേഹത്തിൽ പ്രസവിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഉണ്ടാവില്ലേ? പ്രസവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതും വിഷമമാണ്. കാരണം എന്റെ സൗന്ദര്യമെല്ലാം നഷ്ടപ്പെടും. ഒന്നിനെ കൊള്ളാം. ചില സ്ത്രീകള് എല്ലാം പേഷനാണ്. ഇപ്പൊ എല്ലാം പേഷനാണ്. ഈ തലമുടി ഇങ്ങനെ കെട്ടണം, ഇങ്ങനെ താഴ്ത്തിട്ട് ഇങ്ങനെ സ്ത്രീകള് തലമുടി അങ്ങോട്ടും ഇങ്ങോട്ടേക്ക്. അപ്പോ പണ്ടത്തെ പോലെയല്ല. പണ്ടത്തെ പോലെ കല്യാണം വന്നാൽ കല്യാണം എല്ലാവരും എന്റെ ഭാര്യ നിങ്ങളെ പറയും. നമുക്ക് വയസ്സായി ചെറുപ്പക്കാരൻ ചിലപ്പോ സിനിമയിലെ കാണും, നിങ്ങൾ വാടാ ഇങ്ങനെയൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോ എന്താ പ്രശ്നം എന്ന് വിചാരിച്ചാൽ ഇങ്ങനെ കാലഘട്ടങ്ങൾ കഴിയുമ്പോഴും ഓരോ തരത്തില് നമുക്കിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കാലഘട്ടം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ വർഷകാലത്ത് കൃത്യമായി മഴ ഉണ്ടാവുന്നില്ല, കൂടുതലാണ്. അങ്ങനെ എന്ത് ചെയ്തു? അവിടെ കൊടുത്തു. അപ്പോ ഇത് ശരിയാവുന്ന എന്താ കാരണം? പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടി എടുക്കണം, വളർത്തണം. എന്റെ സൗന്ദര്യം വേണ്ട, സൗന്ദര്യം ഉണ്ടായാലേ ചെറുപ്പക്കാർ നോക്കുകയുള്ളൂ എന്നൊക്കെയാണ് ഭർത്താവുണ്ട്. പക്ഷെ അങ്ങനെ വിശ്വാസം. എന്താ ചെയ്യാ? പഴം കഴിക്കാതെ അത് അലമാരയിൽ കൊണ്ട് വെച്ചു. 2 ദിവസം കൊണ്ട് കഴിഞ്ഞ സമയത്ത് അവളെ പോലെ കനകപ്രിയായ ഒരു സഹോദരനുണ്ട്. ഇതൊന്നൊരു കനകപ്രിയ എന്തെങ്കിലും കനക ഉണ്ടായി അങ്ങനെ സ്വഭാവമാണ്. അപ്പോ എന്ത് ചെയ്തു? സഹോദരൻ വന്നപ്പോൾ സഹോദരൻ ചോദിച്ചു, അല്ല ജ്യേഷ്ഠത്തി, എന്താ ഒരു മുഖം ഇങ്ങനെ ദാനമോ? അപ്പോൾ പറഞ്ഞു, വിവരങ്ങളെല്ലാം പറഞ്ഞ സമയത്ത് പറഞ്ഞു, ഞാനിപ്പോൾ ഗർഭിണിയാണ്. അനിയത്തി ഗർഭിണി. എത്ര മാസം? 3 മാസമായി. പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടിയെ രഹസ്യമായിട്ട് ഞാൻ കൊണ്ടുതരാം. നിങ്ങൾ ജ്യേഷ്ഠത്തിൽ ഒരു കാര്യം ചെയ്യാം, ആ പഴം എടുത്ത് പശു ഗർഭമുണ്ടെന്ന് അഭിനയിക്കണം.
ഒന്ന് എങ്ങനെ അതിനൊക്കെ നടന്ന് ക്ഷീണത്തിനായിട്ട് അതിനൊക്കെ ഒന്ന് ചട്ടിക്കൊക്കെ ചെയ്യണം കഴിച്ചിട്ട് ഗർഭിണിയായിട്ടുണ്ട് അപ്പൊ എന്ത് ചെയ്യും? ശരി. അപ്പൊ അങ്ങനെ അഭിനയിക്കണം എന്ന് പറഞ്ഞിട്ട് ശരി. പക്ഷേ ഒരു കാര്യമില്ലേ, എന്റെ ഭർത്താവ് ഭർത്താവിന് പണം തരാം, ഇല്ലെങ്കിൽ ശരിയാവില്ല. അതിനെന്താ വിഷമം? കുറച്ച് പണം തരാം, കുട്ടി ഉണ്ടായ ഉടൻ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരിക, ആയിക്കോട്ടെ. അപ്പോ എന്ത് ചെയ്തു? കുട്ടിയുണ്ടായി വളരെ രഹസ്യമായിട്ട് കുട്ടിയെ എടുത്ത് കൊണ്ടുപോകും. ഇവിടത്തേക്ക് ആത്മദേവന്റെ കെട്ടിടത്തിലേക്ക് ഇന്നത്തേക്ക് കൊണ്ടുവന്ന സമയത്ത് കുട്ടി കരയാൻ തുടങ്ങി. കുട്ടി നിലവിളിക്കാൻ തുടങ്ങിയ സമയത്ത് ആത്മദേവൻ എല്ലാം സത്യമാണെന്ന് സത്യം ധർമ്മം നീതി സത്യമാണെന്ന് ധരിച്ചിട്ട് ചോദിച്ചു, അല്ല പ്രിയെ, പ്രസവിച്ചു എന്ന് ശരിയല്ല, പക്ഷെ പ്രസവിച്ച് നിലവിളി കേൾക്കുന്നുണ്ടല്ലോ, കുട്ടിയുടെ എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, മുലപ്പാൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു വഴി. എന്റെ സഹോദരി ഇപ്പൊ പ്രസവിച്ചിട്ട് കുട്ടി മരിച്ചുപോയി, കുട്ടിയെ കൊണ്ട് കൊടുക്കുക ചെയ്തത് ഇങ്ങനെ പറയാൻ, കുട്ടി മരിച്ചുപോയി, അതുകൊണ്ട് അവിടെ കൊണ്ടുവരിക, അവിടെ കൂടെ കുട്ടിക്ക് ഇങ്ങോട്ട് കൊണ്ടു കഴിഞ്ഞ് വന്നു കഴിഞ്ഞാല് മുലപ്പാൽ ആയിക്കോട്ടെ കൊണ്ടുവന്ന് കൊടുത്തു. എല്ലാം വിശ്വസിച്ച് സത്യമാണെന്ന് വിശ്വസിച്ച് മിടുക്കനാണ്. അങ്ങനെ വന്ന സമയത്ത് എന്തുണ്ടായി? കുട്ടി അങ്ങനെ വളരാൻ തുടങ്ങി. പക്ഷെ ഒരു 2 ആഴ്ച കഴിയുമ്പോഴേക്കും പശു ഒരു പൊട്ടിട്ടുണ്ടോ പഴം, പശു പ്രസവിച്ചു ഒരാണ്. പക്ഷെ ചെവിയുണ്ടല്ലോ, ചെവി പശുവിന്റെ ചെവി. അപ്പൊ പശുവിന്റെ ചെവി വന്ന സമയത്ത് ഗോകർണൻ എന്ന പേരിട്ടു. ഇവിടെയുള്ള കുട്ടികൾക്ക് ദുന്ദുകാരി എന്ന പേരിട്ട് എല്ലാ 2 പേരും ഇങ്ങനെ വളരാൻ തുടങ്ങിയ സമയത്ത് ദുന്ദുകാരി ദുഷ്ടനായിട്ട് പാവം കുട്ടികളെയും മൃഗങ്ങളെയൊക്കെ ദ്രോഹിക്കാൻ തുടങ്ങി. പക്ഷെ ഗോകർണൻ പരമജ്ഞാനിയായിട്ട് അങ്ങനെ മിടുക്കനായിട്ട് വളർന്നു പോകും. നേരത്തെ സൂചിപ്പിച്ചിട്ട് പരമജ്ഞാനിയാകും. ആ പഴത്ത് പശുവിനെ കൊടുത്തത്. അങ്ങനെ വന്ന സമയത്ത് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഗവർണർ ദേശാടനത്തിൽ പോകാൻ വേണ്ടിയിട്ട് പുറപ്പെട്ട സമയത്ത് പറഞ്ഞു, എന്താ അച്ഛ, ഞാൻ ദേശാടനത്തിൽ പോകണം, അച്ഛൻ ഇവിടെ നിൽക്കണ്ട, കാരണം ദുഷ്ടനായ മകനാണ്, എന്ത് ചെയ്യും? അങ്ങനെ അനുമതിയോടുകൂടി ആദ്യം വാങ്ങിയിട്ട് അച്ഛൻ വനത്തിലെത്തി. വനത്തിലേക്ക് ചെന്ന സമയത്ത് ദേശാടനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഗോകർണർ പോകും. പിന്നെ അമ്മ മാത്രമേ അമ്മയെ ദ്രോഹിക്കാൻ തുടങ്ങി. ഒടുവിൽ അമ്മ ഗത്യന്തരമില്ലാതെ കിണറിൽ ചാടി ആത്മഹത്യ ചെയ്തു. പിന്നീട് ഒന്നും പറയേണ്ട, ആരും ചോദിക്കാനും പറയാനുമില്ല. കയറ് ഊരിവിട്ട എന്താ പറയാ, കാളയെ പോലെ അതിന് കവിഞ്ഞുള്ള ഓട്ടവും ചാട്ടവും തുടങ്ങി എന്ത് ചെയ്യാവുന്ന നിലയായി. അങ്ങനെ വന്നപ്പോൾ വേശികളെ കൊണ്ടുവന്ന് 3-4 വേശികളെ കൊണ്ടുവന്ന് പല മോഹങ്ങളും അനുഭവിച്ച് അങ്ങനെ കഴിയുന്നതിനിടയിൽ കാശെല്ലാം നഷ്ടപ്പെട്ടു, പണമെല്ലാം നഷ്ടപ്പെട്ടിട്ട് ഒടുവിൽ കളവ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഒരു രാത്രി ഒരു കൊട്ടാരത്തിൽ ശരി ധാരാളം സ്വർണ്ണാഭരണങ്ങളും മോതിരങ്ങളും വെള്ളിയും എല്ലാം എടുത്തുകൊണ്ട് വേശികളുടെ മുമ്പിലേക്ക് ചെന്ന സമയത്ത് അവർ പറഞ്ഞു, പ്രമാദമായി കഴിഞ്ഞാൽ ഇതെല്ലാം രാജഭടന്മാർ കൊണ്ടുപോയി ഇദ്ദേഹത്തെ കൊണ്ടുവന്നു നമുക്കുണ്ടായ രഹസ്യമാണ്, ഇദ്ദേഹത്തിന് നമുക്ക് വധിക്കാം. എങ്ങനെയാ കയറിട്ട് വലിച്ചു കെട്ടി തീക്കണിലിട്ടിട്ട് അദ്ദേഹത്തെ അങ്ങനെ ചെയ്ത സമയത്ത് ഒന്നിങ്ങനെ ചിന്തിച്ചു, നമുക്ക് എല്ലാം എടുത്ത് നാടുക, എല്ലാവരും അവിടുത്തെ സ്ത്രീകളെ കൂടി എല്ലാവരും പോയി ദേശങ്ങളാണ്. അങ്ങനെ അവിടെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ സമയത്ത് ദേശാടനത്തിന് പോയ നമ്മുടെ ഗോകർണൻ ഇദ്ദേഹം മരിച്ചതായി അറിഞ്ഞിട്ട് അവിടെ എത്തി. അപ്പോൾ രാത്രിയായി. രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു ശബ്ദം നോക്കിയപ്പോഴും ഒരു പ്രത്യേക രൂപം. കുറച്ച് ജലം തെളിച്ച സമയത്ത് പറഞ്ഞു, സഹോദര,
നിങ്ങളുടെ സഹോദരനായ മൃദുകാരിയാണ്. എന്റെ ദോഷം കൊണ്ട് എന്റെ ഭാര്യ എന്നെ നിഗ്രഹിച്ചു. ഓ അത് ശരി, നിനക്ക് വേണ്ടി ഞാൻ അനേകം പ്രാർത്ഥനകളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. 1000 പ്രാർത്ഥനകൾ ഉണ്ടായാലും ഒരു കാര്യവുമില്ല. അത്രയും പാവിയാണ് സഹോദരൻ എന്ന് പറഞ്ഞ സമയത്ത് സൂര്യദേവൻ പ്രാർത്ഥിച്ചു. സൂര്യദേവൻ പറഞ്ഞു, ശ്രീമദ് ഭാഗവത സപ്താഹത്തിൽ മോശം. അങ്ങനെ ഭാഗവതം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ട് അവിടെയുള്ള എല്ലാ മുളകളാണ്. 7 കമ്പുള്ള മുളയുണ്ടായി മുൻപ്. ഒന്നാമത്തെ ദിവസം തടാകമായിട്ട് അവതരിച്ചു വന്ന് ആ ദിവസം പൊട്ടി. എന്നത് മുളയുടെ ഒരു കമ്പ് പൊട്ടി. രണ്ടാമത് ഓരോ ദിവസം 7 ദിവസവും 7 കമ്പ് പൊട്ടി ദിവ്യ രൂപം പ്രാപിച്ചിട്ട് പുറത്തേക്ക് പോകും. ദിവ്യ രൂപം മോക്ഷം കിട്ടാൻ വേണ്ടി പോവുകയാണ്. ആ സമയത്ത് ഓടിച്ചേർന്നിട്ട് നമ്മുടെ സഹോദരങ്ങൾ കണ്ടു. സഹോദരൻ ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സന്തോഷിച്ചു. അപ്പോൾ വിമാനം വന്നു. ഈ വിമാനത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടപ്പോൾ ഈ മഹാവിഷ്ണുവിന് 4 പാർശ്വന്മാരുണ്ട്. ഈ 4 പാർശ്വന്മാർ ഉള്ളിലൊക്കെ കെട്ടി അറിയാമല്ലോ രാമന്റെ ചിട്ട വന്നിട്ട് പറഞ്ഞ ദുന്ദുകാരി ഈ വിമാനത്തിൽ കയറട്ടെ. അങ്ങനെ ആള് വന്നിട്ടുണ്ട്. അപ്പോ മോഹനം പറഞ്ഞു, ദുന്ദുകാരി മാത്രമല്ലല്ലോ ഈ ഇതെല്ലാം കേട്ടത്, അതെയോ അല്ല, പിന്നെന്താ ഇങ്ങനെ വന്നത് എന്ന് ചോദിച്ചപ്പോൾ കേൾക്കുന്നതിന്റെ വ്യത്യാസമാണ്. ഇപ്പോൾ നമ്മളൊരു സഭയിൽ പോയി 100-300 ആളുണ്ടെങ്കിൽ അതിൽ പകുതി എല്ലാവരും എല്ലാ സ്ത്രീകളായാലും പുരുഷന്മാരായാലും പറയും, എടോ 3:30 പോകണ്ടേ, കുട്ടി അവിടെ എഴുതും ബാലവാടി. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയും ഭർത്താവ് 5 മണിക്ക് വരും. ഇങ്ങനെ ഓരോ കുശ പറയുന്ന അവസരത്തിന് ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്യുകയും അതിന്റെ സാരം വ്യക്തമാക്കുകയും ചെയ്യുന്ന സമയത്ത് ആരും അത് ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് ആണ് നിങ്ങൾക്ക് മോശം തരാറ്. അതുകൊണ്ട് ദുന്ദുകാരി എല്ലാം ശ്രദ്ധിച്ച് കേട്ടു. ആ മുഴക്കം മോശം കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം കുറെ ശബ്ദാലോചനകൾ നടത്തി. എല്ലാവർക്കും വിമാനം കൂട്ടിക്കൊണ്ടു. ഞാൻ പറഞ്ഞ അർത്ഥം, ഭക്തിയോട് കൂട്ടി ഭഗവാനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് മോക്ഷം കിട്ടും. മോക്ഷം വേണ്ടതൊക്കെ. അത് മാത്രമല്ല, അതിനു വേണ്ടിയിട്ട് ഒരു പുസ്തകം ശ്രീമദ് ഭാഗവത പുസ്തകം കിട്ടിയ നിങ്ങൾക്കൊക്കെ ഉണ്ടോ? ശ്രീമദ് ഭാഗവത പുസ്തകം ഓരോ ദിവസവും ഓരോ അധ്യായം പാരായണം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗൃഹത്തില് ഭഗവാൻ സ്വയം എല്ലാ ദിവസവും പാരായണം ചെയ്യുകയാണെങ്കിൽ തീർത്ഥസ്ഥാനമാകും. നമുക്ക് ഒരു വിഷമവും ഉണ്ടാവില്ല. കാരണം ഈ ദാരിദ്ര്യങ്ങൾ അനുഭവിച്ച് ഒരു നല്ല രീതിയാകുന്ന അവസരത്തിന് അപ്പോൾ നമുക്ക് ഇതെല്ലാം മനസ്സിലാവും. ശേഷം നമ്മൾ സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഗുജേരൻ 8ാം ക്ലാസ്സിലാകത്ത് ഒരു ഗുജേര ബ്രാഹ്മണനുണ്ട്. അറിയോ? കേട്ടിട്ടില്ല. ഇവിടെ ഗുജേര ബ്രാഹ്മണൻ എപ്പോഴാണെന്ന് അറിയാമോ? 6ാമത്തെ ദിവസം ഗുജേരവൃത്തം. ശ്രീമദ് ഭാഗവതത്തില് രുക്മിണീ സ്വയംവരം 5ാം ദിവസം 6ാമത്തെ ദിവസം ഗുജേരവൃത്തം. അന്ന് ഈ കഥ നിങ്ങൾക്ക് കേട്ടിട്ട്, പക്ഷെ ഇത് വിശദമായിട്ട് ആർക്കും പറയാൻ വേണ്ട സമയമില്ല. ചുരുക്കിക്കും. ഭഗവാന് പരമസുഹൃത്തായിട്ട് ഒരു സ്നേഹിതനുണ്ട്. പൂജ കഴിക്കുന്ന ഒരാളാണ്. വളരെയധികം ദാരിദ്ര്യം അനുഭവിച്ച് ഒരു നേരത്തെ കഞ്ഞീര വെള്ളം പോലും കുടിക്കാൻ സാധിക്കാത്ത ഒരു ബ്രാഹ്മണൻ പൂജാതി കർമ്മങ്ങൾ ചെയ്തിട്ട് അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ദാരിദ്ര്യത്തിൽ കഴിഞ്ഞ കുറെ കുട്ടികളും സ്വന്തം ഭാര്യയും ഗുജറാത്ത് കൂടി പട്ടിണിയാണ് എല്ലാ ദിവസവും. അപ്പോ ഒരു ദിവസം ഭാര്യ വിനയത്തോട് കൂടിയിട്ട് തന്റെ ഭർത്താവിന്റെ സമീപം എത്തി. എന്നിട്ട് ബ്രഹ്മൻ ഭർത്താവിനെ വിളിച്ച്, ബ്രഹ്മൻ, നിങ്ങളുടെ സുഹൃത്തായ ഗുജേര ബ്രാഹ്മണൻ ദ്വാരകയിൽ ഭക്തജനങ്ങളെ അനുഗ്രഹിച്ച് നിലയാണെന്നുണ്ട്. ഒന്ന് അടുത്തുള്ള കൂടി നിങ്ങൾക്ക്
എന്നാൽ നമ്മുടെ ദാരിദ്ര്യമൊക്കെ മാറി കിട്ടുന്ന എലമെന്റ് എന്ന് ചോദിച്ചപ്പോൾ ശരിയാണ് പറഞ്ഞത്. ഇടയ്ക്കിടയ്ക്ക് നീ ഇങ്ങനെ പറയാറുണ്ടല്ലോ ഇല്ലേ? ഏതായാലും നാളെ നമുക്ക് അല്ലേ പ്രിയെ എന്ന് ചോദിച്ചു. നാളെ പോവാം. പക്ഷേ എന്തെങ്കിലും വേണ്ടേ? എന്തെങ്കിലും കൊണ്ടുപോകണ്ടേ? ഉപകാരമായിട്ട്, സമ്മാനമായിട്ട് എന്താ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാല് എന്തെങ്കിലും ഏതായാലും കിടന്നുറങ്ങാം. നിങ്ങൾ ഉറങ്ങിക്കോളൂ. കട്ടിലില്ല, കിടക്കില്ല, പേരില്ല, നിലത്ത് കിടന്നുറങ്ങി. പക്ഷേ സമൃദ്ധിയാണ്. ഇപ്പൊ ഭർത്താക്കന്മാർ സാമർത്ഥ്യം പോകാനായി ഭാര്യമാർക്ക് ചിലർക്ക് സാമർത്ഥ്യം ഉണ്ടാവും ഇല്ലേ? കേട്ടിട്ടില്ല. കാരണം ഭർത്താക്കന്മാര് നമുക്ക് അങ്ങോട്ട് എന്ത് നിങ്ങൾ അങ്ങോട്ട് പോകുന്നു ഇവിടെ നിന്നാ പോലെ അതൊക്കെ ഭാഗവതത്തിൽ കേട്ടാൽ നിങ്ങൾ ഞെട്ടുന്ന കഥകളുടെ ഭാഗവത്തിൽ എല്ലാവരും അതിനനുസരിച്ച് പറയാനുള്ള സമയമില്ല. ഞാനെല്ലാം പറയാറുണ്ട്. കാരണം ഒരു എന്റെ മുന്നിലിരിക്കുന്ന ഭക്തന്മാർക്ക് എല്ലാ കഥകളും കേൾപ്പിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാവുള്ളൂ. കാരണം ഞാൻ ഇടയ്ക്ക് ഇവിടെ പാലക്കാട് ഒരു ഗൂഢല്ലോ പാലക്കാട് കൂടുതലാണ് മദ്രാസ് കൂടുതലാണ് പോയ സമയത്ത് ഒരു ചെറിയൊരു സംഭവം. ഒരാൾ അപ്പോ രാവിലെ തുടങ്ങുമ്പോൾ 10 ആളുകളുടെ മുഴുവൻ അതിന്റെ ഭാഗം. അപ്പോ ഒരാൾ കാഞ്ചീപുരം സാരി സുന്ദരിയായിട്ട് 2 പേര് കയ്യൊക്കെ വെച്ചിട്ട് വലിയ രോഗ്യത്തിലാണ്. പട്ടാകം പണ്ടോ പറയണ്ട. ആ സമയത്ത് ഊണ് കഴിക്കാൻ വിട്ട സമയത്ത് 3ാമത്തെ ദിവസം ചായ കുടിച്ചിട്ട് അവിടെ പോകുമ്പോൾ 2 പെണ്ണേ തിരുമിനി ഒരു കാര്യം പറയണോ? എന്ത് പറയാൻ പറ്റുന്ന ആരാണ് പറയാൻ? നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് കേൾക്കുന്നത്. കാരണം ജനറലാണ്. ഗമ്യോ ഒന്നുമില്ല, പാവമായിട്ട് എന്നോട് ചോദിച്ചു എന്ത് വേണമെന്ന് പറയാം. പക്ഷെ എനിക്ക് ചായ കുടിക്കാൻ പോയി പറഞ്ഞോളൂ. അപ്പൊ പറഞ്ഞു ഇയാൾ ഒരാൾ അയാളെ മറ്റേയാൾ വേറെ ഓഫീസിൽ ബാങ്ക് മാനേജറായിട്ട് DD ആയിട്ട് 2 ഭാര്യമാർ കണക്കാണ്. അപ്പൊ ഞാനെന്താ ചെയ്യാം? നിങ്ങളൊന്ന് സ്റ്റേജിൽ നോക്കാം. അപ്പൊ ആ സമയത്തേക്ക് അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച പ്രശ്നം ഭാഗവതത്തിലൊക്കെ മനസ്സിലാവും. ശ്രീമദ് ഭാഗവതത്തില് 7ാം സ്കന്ധത്തില് 11ാമത്തെ അധ്യായത്തില് യാം പതി എന്ന് ഇപ്പോഴത്തെ യാം പതി എന്നൊരു ശ്ലോകത്തെ എന്താണെന്ന് അറിയാം. ഭാര്യ ഭർത്താവ് സാക്ഷാൽ നാരായണനാണ് എന്ന് തോന്നണം. ഭർത്താവും ഭാര്യയും തോന്നിയ ഒരാൾ മാത്രം തോന്നിട്ട് കാര്യമില്ല. എന്നാൽ മരണശേഷം വൈകുണ്ഠത്തിൽ ഭാര്യാഭർത്തന്മാരോട് കൂടിയിട്ട് സുഖിച്ച് ജീവിക്കാൻ സാധിക്കും. ഇവിടെ പാലക്കാടല്ല കേട്ടോ, പാലക്കാടാണ്. പറയാൻ പറ്റും. പാലക്കാട് എല്ലാത്തിനിടയ്ക്ക് കോഴിക്കോട് പോയ സമയത്ത് ഒരു ചെറിയ സംഭവം. 2 സ്ത്രീകൾ, 2 ആളും കാഞ്ചീപുരം സാരിയൊക്കെ ചുറ്റിയിട്ട് വലിയവൻ എന്നൊരു ധാരണ വന്ന് ഭർത്താക്കന്മാരെ എപ്പോഴും ശകാരിച്ചു കൊണ്ടിരിക്കുന്ന 2 സ്ത്രീകൾ ഇവിടെ തെറ്റിരിക്കുന്ന കോഴിക്കോടാണ്. ഈ പാലക്കാട് ഞാൻ പറയാൻ പറ്റുമോ? കോഴിക്കോട്ടാണ്. അത് തെറ്റാണ്. ഭർത്താക്കന്മാർ സമസിദ്ധമായിട്ട് 2 പേരും ഒരേപോലെ ജീവിക്കണം. അതല്ലാതെ ഭർത്താവിന് സാധുവാണെന്ന് കരുതിയിട്ട് എപ്പോഴും ശകാരിക്കുക തെറ്റാണ്. അങ്ങനെ ചെയ്താൽ ഭർത്താവ് വൈകുണ്ഠത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഭാര്യ മരണപ്പെട്ടിട്ട് വൈകുണ്ഠത്തിന്റെ പുറത്ത് വാതിലിന്റെ പുറത്ത് നിൽക്കേണ്ടത്. അപ്പോൾ പറയും ഭർത്താവ് പറയും എന്നോട് ഞാൻ പണ്ട് പറഞ്ഞിട്ടില്ലേ ഭക്തിവേഗം പറഞ്ഞ ഭാര്യ ഇങ്ങനെ അവിടെ കുറേ കാലം അവിടെ ഒറ്റ തിരിക്കേണ്ടത് വൈകുണ്ഠത്തിന്റെ പുറത്ത്. അത് വേണം. അതുകൊണ്ട് സ്ത്രീകൾ എല്ലാവരും തന്നെ ഒരേപോലെ കഴിയണം. അത് മാത്രമല്ല മറ്റൊരു കാര്യം, ഒരു ക്ഷേത്രം എന്ന് പറയുന്ന സമയത്ത് നമ്മൾക്ക് കഴിവുള്ള സംഭാവന കൊടുക്കണം. ഈ ക്ഷേത്രം തന്നെ ഇപ്പോൾ ഇങ്ങനെയുണ്ട്, അത്യശാലാവാം, ഇതൊക്കെയാവാം. അതിലെന്ത് വേണമെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും സഹായിക്കണം.
ക്ഷേത്ര പുരോഗതിക്ക് നാട്ടുകാർ സഹായിച്ചാൽ മാത്രമേ അങ്ങനെ ഉണ്ടാകൂ. ഇപ്പോഴും ഇവിടെ കുറേ പണം ചിലവാക്കി കുറെ കാലം പ്രതിഷ്ഠ ഇല്ലാതെ വരുന്നു അപ്പുറത്തൊക്കെ അതെല്ലാം വന്നു ഇല്ലേ, പിന്നെ വന്നിട്ട് എന്നാൽ ഈ പണി ഇപ്പൊ എല്ലാം പൂർത്തിയാക്കിയിട്ടില്ല. ഇവിടെ തേപ്പല്ല കണക്ക്. അപ്പൊ അകമടിന്റെ സഹായം ഭക്തജനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും ക്ഷേത്രം എന്നാ തീർന്ന എന്താ പറയാ വലിയൊരു ഗുരുവായൂർ ക്ഷേത്രം പോയി അത് കാണണ്ടേ നമുക്ക് മക്കളൊക്കെ ആയിട്ട് ആളങ്ങനെ ക്ഷീണിക്കും ഇവിടെ ബസ്സിൽ കഴിഞ്ഞാൽ. കാരണം അതിന്റെ പുരോഗതി നിങ്ങൾക്കുണ്ട്. നിങ്ങളെന്ത് വേണമെന്ന് വെച്ചാൽ ഭഗവാനെ ധ്യാനിച്ച് കഴിയുന്നതെല്ലാം ചെയ്ത് ഉഗ്രമായിട്ട് ഒരു നല്ല രീതിയിൽ എത്തിക്കുന്നത് ഭഗവത് ധ്യാനം ചെയ്യണം. എന്നാൽ നല്ലൊരു പുരോഗതി ഉണ്ടാവും. അപ്പോ അങ്ങനെ കഴിഞ്ഞ് കിടന്നുറങ്ങിയ സമയത്ത് നമ്മുടെ ഭാര്യയുടെ അതിസമർത്ഥിയാണ് നേരത്തെ പറഞ്ഞത്. സാമർത്ഥ്യമുള്ള ഭാര്യയാണ് കുചേലൻ. വടക്ക് ഭാഗത്ത് ഒരു പൊളിഞ്ഞ ഇല്ലമാണ്. മെല്ലെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഒരു ഇല്ലത്ത് കയറിയിട്ട് ഇല്ലങ്ങളിൽ ചെന്നിരന്നിരുന്നാലില്ലെന്ന് ചൊല്ലുന്നതിനും അല്ലെങ്കിൽ മുഴക്കത് വന്നില്ല. ഇല്ലെങ്കിൽ മുഴക്ക് മാത്രം. അങ്ങനെ അവിടെ ചെന്നിട്ട് യാചിച്ചു കൊണ്ടുവന്ന നെല്ലെടുത്തിട്ട് ഉണങ്ങി രാത്രി അവലാക്കിയിട്ട് കയ്യിൽ വെച്ച സമയത്ത് അത് എന്താ ചെയ്യേണ്ടത്? എങ്ങനെ ചെയ്യും? കാരണം ഒരു വസ്ത്രം വേണ്ടി കെട്ടേണ്ട രീതി തന്റെ വസ്ത്രം എടുത്തങ്ങ് കീറിയ സമയത്ത് തിരിശ്ശേരി പോയി അവിടെ വെച്ചു. എവിടെ? അവിടെ വെച്ചു. അങ്ങനെ പ്രഭാതത്തിൽ കുചേലബ്രാഹ്മണൻ എഴുന്നേറ്റ് നിത്യകർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ശരി നിങ്ങൾ പറഞ്ഞപ്പോൾ ഈ ആള് കുചേലബ്രാഹ്മണൻ ആ സമയത്ത് കുട്ടികളെല്ലാം ഓടി ചെന്നു. അച്ഛ എവിടെയൊക്കെ പോകുന്ന അച്ഛാ പറയാൻ പറ്റും. ഭഗവാനെ കാണാൻ വേണ്ടിയിട്ടാണ്. അച്ഛാ വരുമ്പോൾ വയറ് നിറച്ചു ഭക്ഷണം കൊണ്ടുവരും അച്ഛാ എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നും പറഞ്ഞില്ല. അതൊന്നും പറയേണ്ട അച്ഛനോട്. അച്ഛൻ പോയിട്ട് വരട്ടെ. അച്ഛാ വയറ് നിറച്ചും കൊണ്ടുവരും അച്ഛാ, അച്ഛൻ എവിടെക്കാ പോകുന്നത് എന്ന് കുട്ടികൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, മക്കളെ ഞാൻ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാനാണ് പോകുന്നത്. വരുമ്പോൾ എന്തെങ്കിലും ഞാൻ കൊണ്ടുവരും എന്ന് പറഞ്ഞ് സമാധാനിച്ചുകൊണ്ട് അങ്ങനെ പുറപ്പെട്ടു. ഒരു ഓലക്കുടിയൊക്കെ എടുത്തിട്ട് അങ്ങനെ പുറപ്പെട്ട് നടന്ന് ഒരു ആലിന്റെ ചുവട്ട് അരയാലിന്റെ ഇവിടെ കൃഷ്ണൻ ഇവിടെ ഉണ്ടുവാ സാധാരണ കൃഷ്ണൻ അരയാ അവിടെ എത്തിയിട്ട് ഇങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞു. കുറേ സമയം ഉറങ്ങിയ സമയത്ത് ഞെട്ടി ഉണരുമ്പോൾ അവിടെ ദ്വാരയിലെത്തിയിട്ട് എന്തൊരു അത്ഭുതമാണത്. ദ്വാരയിലെത്തി ഭഗവാൻ എടുത്തിട്ട് അവിടെ ഉണ്ടാക്കി. അവിടെ എത്തിയ സമയത്ത് നാല് ഭാഗത്ത് എന്തൊരു അത്ഭുതം! ഇതെന്താ ഇങ്ങനെ മാലിക ബാപ്പിന്റെ കെട്ടിടം 7 നില അത്ഭുതം തന്നെയാണ്. ഇതൊന്നും കേട്ടിട്ടില്ല. ഒടുവിൽ എവിടേക്കാ? കൃഷ്ണനെ കാണാൻ ക്യൂ നിൽക്കണം. ഇവിടെ ക്യൂ അതെന്നാ ഇങ്ങനെ നിന്നു. കുറെ കഴിഞ്ഞ സമയത്ത് ക്യൂ എത്താറായ സമയത്ത് അദ്ദേഹം അവിടെ ക്ഷീണിച്ചിട്ട് അപ്പോൾ ഒരാൾ ചോദിച്ചു, അല്ല നിങ്ങൾ എവിടെ ക്യൂവിൽ നിൽക്കുന്നത്? ബ്രാഹ്മണ കുചേലനം ബ്രാഹ്മണൻ ഒന്ന് കാണാം. ഓ അത് ശരി, ബ്രാഹ്മണ കാണാം. നിങ്ങളോ എന്തായത് ഈ ഡ്രസ്സുകളൊക്കെ? മാറി നിൽക്ക് എന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ടാക്കി ദുഃഖിച്ചുകൊണ്ട് പുറത്തു വന്ന് കൃഷ്ണ എന്ന് വിളിച്ചു. കൃഷ്ണനെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളായാലും ഞാനായാലും കൃഷ്ണൻ നമ്മളെ വേണ്ടപ്പെട്ടൊക്കെ ചെയ്യും. പക്ഷെ ഇന്ന് വിളിച്ചിട്ട് നാളേക്ക് എൻ്റെ മകൻ SSLC പാസ്സാവണമെന്ന് പറഞ്ഞാൽ പാസ്സാവൂലേ? പഠിപ്പന്നെ വേണം. കാരണം കുട്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന അവസ്ഥ എപ്പോഴും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ SSLCന്റെ മാർക്ക് അറിയാൻ വേണ്ടി മാത്രം കൃഷ്ണ എന്ന് വിളിച്ച് പാൽപ്പായസം കഴിച്ചാൽ പോരാ.
ചെറുപ്പത്തിൽ തന്നെ കൃഷ്ണ വിളിച്ചാൽ മാത്രമേ പറയണ്ടാവൂ. ഒരാൾ ചോദിച്ചു, ഒരാൾ ബാങ്കിന് ജോലി ഒരു കുട്ടിക്ക്, ആ കുട്ടി എന്നെ പ്രായമുള്ള ആൾ, മറ്റവൻ ഇവന് എന്നെ പഠിച്ച് ഇയാൾക്ക് ജോലിയേ ഇല്ല. അപ്പോൾ എന്താണ് കാരണം ചോദിച്ചാൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ജന്മത്തിൽ. എല്ലാ ദിവസവും സ്ത്രീകൾക്ക് അമ്പലത്തിൽ പോകാൻ സാധിച്ചില്ല, തെറ്റില്ല. എപ്പോഴെങ്കിലും പോയി കഴിഞ്ഞാൽ വഴിപാട് കഴിക്കുക, ഇതൊക്കെ ചെയ്താൽ നല്ലതാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ പൂർവ്വജന്മത്തിൽ ചെയ്യുന്ന സൽക്കർമ്മത്തിന്റെ ഫലമായിട്ട് ദോഷങ്ങളും ഗുണങ്ങളും കിട്ടും. അങ്ങനെ അവിടെ എത്തി. കൃഷ്ണ എന്ന് വിളിച്ച സമയത്ത് നമ്മുടെ കൃഷ്ണനും ലക്ഷ്മി ദേവിയുടെ രുക്മിണി ദേവിയുടെ ഷീട്ട് എന്ന് പറയാ ചൂട് കിടക്കുകയാണ്. അപ്പോൾ ചില ഭർത്താക്കന്മാർ ഭാര്യയിരിക്കുന്ന വർഷത്തിൽ എന്തെങ്കിലും ചിന്തിച്ച് ഭർത്താവ് നിർത്തുകയാണെങ്കിൽ നിങ്ങൾ കേട്ടിട്ടേ, അപ്പോ ഭാര്യയോട് പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടേ ഓ നിങ്ങളെ പ്രിയ സുഹൃത്ത് ഉദയബ്രാഹ്മണൻ നിങ്ങൾ വിളിക്കുന്നോ കേട്ടു. ഉടനെ അതിന് കേട്ട ഉടനെ 7-ാം നാല് കൊണ്ടും ചാടി അങ്ങോട്ട് വന്നിട്ട് എടുത്ത തുള്ളി ഓടിച്ചെന്ന് ഉദയബ്രാഹ്മണ എന്ന് വിളിച്ച സമയത്ത് എന്റെ പ്രിയപ്പെട്ട എങ്ങനെ ഇരിക്കുന്നു, എല്ലും തുള്ളിയും മാത്രം ഓടിച്ചെന്നിട്ട് അങ്ങ് ആലിംഗനം ചെയ്യാൻ തുടങ്ങിയ സമയത്ത് പറഞ്ഞു, തുടരുത്, എന്നെ തുടരുത് കൃഷ്ണ, വിഷത്തുടിച്ച് വേഗമാണ്. അതൊന്നും വിലവെച്ചിട്ട് അങ്ങ് ആലിംഗനം ചെയ്തു. ശ്രീകൃഷ്ണ ഭഗവാൻ ഉദയബ്രാഹ്മണനെ ആലിംഗനം ചെയ്ത സമയത്ത് ആ കണ്ണിൽ നിന്നിങ്ങനെ വെള്ളം ഒഴുകി. എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു, ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. ശ്രീകൃഷ്ണ ഭഗവാൻ ഇതുവരെ കരഞ്ഞിട്ടില്ല, കരഞ്ഞിട്ടോ ഇല്ല. എന്നാൽ ഇത് കരയുകയല്ല ചെയ്യുന്നത്, ചില ആൾക്ക് സന്തോഷം കൊണ്ട് കണ്ണിൽ നിന്ന് വെള്ളം. ഇവിടെ വളരെ ചെറുപ്പത്തിൽ ഉദയബ്രാഹ്മണനുമായി ഒന്നിച്ച് സ്കൂളിൽ പഠിച്ച് ഗുരുകുല വിദ്യാഭ്യാസം ചെയ്ത് കുറെ കാലം കഴിഞ്ഞപ്പോൾ ഗുരുവിന്റെ ദക്ഷിണ കൊടുത്തപ്പോൾ പോയ ശേഷം എല്ലാം മറന്നുപോയി. നമുക്കൊരു കാര്യം വ്യക്തമാണ്, 1-ാം ക്ലാസ്സിൽ മുതൽ 8-ാം ക്ലാസ് വരെ പഠിക്കുന്ന അവസരത്തില് നമ്മുടെ സുഹൃത്തുണ്ടാവും, ആണായാലും പെണ്ണായാലും. കുറെ കാലം കഴിഞ്ഞ എടോ ദാമോദരൻ തന്നെ ഓർമ്മയുണ്ടാവും. MA പഠിച്ച് BA ഒക്കെ കഴിഞ്ഞ് ജോലി ആയി കഴിഞ്ഞാൽ നമ്മളെല്ലാം കണ്ട എവിടെയാണ് നമ്മൾ ഒന്നിച്ച് പഠിച്ചില്ല, അതന്നെ പണ്ടല്ലേ ഗവ. അഹങ്കരിക്കുന്നത് ഇഷ്ടമല്ല. കാരണം ആരും അഹങ്കരിക്കാൻ പാടില്ല, പണവും പദവിയും ഉണ്ടെന്ന് കരുതിയിട്ട് അഹങ്കരിക്കാൻ പാടില്ല. കാരണം ഒരിക്കല് ഒരാൾക്ക് പെണ്ണുങ്ങൾ പറയാം, എന്റെ ഭർത്താവ് ഉദ്യോഗസ്ഥനാണ്, ലക്ഷത്തിന്റെ പണം ഭർത്താവിന്. എന്റെ കുടുംബത്തില് 4 കാർ, 2 ബൈക്ക്. എന്തിനെ എനിക്ക് ഭയപ്പെട്ട ആവശ്യമാണ്, അത്രയും സുഖമാണ്. അഹങ്കരിച്ചിട്ട് അങ്ങനെ കഴിഞ്ഞ് കുറെ ദിവസം കഴിഞ്ഞ സമയത്ത് കിടപ്പിലായി. 10-75 വയസ്സായി കിടപ്പിലായ സമയത്ത് അയ്യോ വേദന വേദന എന്ന് പറഞ്ഞിട്ട് നിലവിളിച്ച സമയത്ത് ഭാര്യ വന്നു. എന്താ നിങ്ങൾക്ക് ഇവിടെ വേദനയോ കാണിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ഒരു വേദന അനുഭവിക്കുകയല്ലാതെ കാണിക്കാൻ മറ്റുള്ളവരുടെ വേദന നമുക്ക് സഹിക്കാനാവുമോ? അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ പാപകർമ്മത്തിന് ഞാൻ തന്നെയാണ് പരിഹാരം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഭാര്യ ആയാലും ഭർത്താവായാലും അവനാൽ ഭർത്താവുമായി ഒന്നിച്ച് പോയാൽ നമ്മുടെ നാട്ടിൽ രാവിലെ ഭർത്താവ് മരിച്ചു, വൈകുന്നേരം അത്രയും പുണ്യം ചെയ്തവരെ അങ്ങനെ മരിക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഭഗവാൻ എപ്പോഴാണോ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ആർക്കും പറയാൻ കഴിയില്ല. പക്ഷെ പ്രശ്നം വെച്ചാൽ ചിലതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, വളരെ ദുർലഭം മാത്രമേ. എനിക്കിപ്പോൾ എത്ര വയസ്സായി എന്നാ തോന്നുന്നത്? വയസ്സായി തൊണ്ണനായി എന്ന് പറയാം. ഇപ്പൊ 74 വയസ്സായി. എന്റെ ഭാര്യക്ക് 68 വയസ്സായി.
ശരിക്കും ഇങ്ങനെ അപ്പോ ഇപ്പൊ ബാധിച്ചിട്ടില്ല. പക്ഷെ 72 കൊല്ലം കഷ്ടിച്ച് 3 സംശയം. പക്ഷെ ജാതകവശാൽ ചന്ദ്രന്റെ ഗ്രഹത്തിൽ വ്യാഴമോ 4, 7, 10 വ്യാഴമോ 1000 പൂർണ്ണചന്ദ്രൻ കാണണം. 84 വയസ്സിലും 3 മാസം ഇരിക്കുന്ന ജാതകവശാൽ ജാതകത്തിൽ എനിക്ക് ദേശം വിശ്വാസം പോകുന്നു. കാരണം 84 വയസ്സിലും 3 മാസത്തിലുള്ള എന്റെ സുഹൃത്ത് 76 മരണപ്പെട്ടു. പിന്നെ ഇത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പൊ എന്റെ സുഹൃത്ത് ഗണപതി പോയിട്ടുള്ളതാണ്. അയാൾ ചോദിച്ചു, ഇനി മുതൽ ഞാൻ വിശ്വാസം ഉണ്ടാവില്ല, ജ്യോതിഷത്തിന്റെ വിശ്വാസം എന്താ സംഭവം പറഞ്ഞു. അത് ശരിയാണ്, ശരിയാണ്. പക്ഷേ മാതൃകോപം, പിതാകോപം, ഗുരുശാപം, നാഗകോപം ഇങ്ങനെ ഉണ്ടായാൽ 8 വയസ്സിന് ഇങ്ങോട്ട് വരും. സുബ്രഹ്മണ്യോട്ട് എത്രയായി? 76. പിന്നെ മരുന്ന് ശരിയാക്കിയാണ് മരിക്കുന്ന എനിക്ക് ഭയമില്ല. നിങ്ങൾക്കിപ്പം മരുന്ന് പേടി. എൻ്റെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ വൈകുന്നേരം വരാം, നിൽക്കുന്ന പേടിക്കേണ്ടത്. ഒരു പക്ഷേ ഞാൻ വന്നില്ലെങ്കിലും അല്ലേ പോയാൽ പോയിട്ട് പത്ത് പോകുമ്പോ ഉച്ചക്കുണ്ണാൻ തരുമോ നിങ്ങൾ അതിനെന്തിനെ ഭയപ്പെടുന്നത്? ബ്രഹ്മാവ് പറയുന്നത് രാവിലെ എഴുന്നേറ്റിട്ട് സാവിത്രി എന്ന് വിളിച്ചു ഭാര്യ, എന്നിട്ട് സ്നാനം ചെയ്ത് നല്ല അത് എടുക്കുമ്പോഴേക്കും എന്തൊരു വൃത്തി, ഇതിന് എടുത്തു വെച്ചത് ഇന്ന് പല്ലിപ്പോട്ടെ നല്ല കസിന്റെ വിഷയം. എന്ത് സന്തോഷമാണ്. പഴയ വസ്ത്രം മാറ്റി പുതിയ വസ്ത്രം എടുക്കുമ്പോൾ നിങ്ങൾ ചിരിക്കുന്നു, സന്തോഷിക്കുന്നു. അതേപോലെ ഞാൻ തന്നതല്ലേ ബ്രഹ്മാവ്, ഞാനല്ലേ നിങ്ങൾക്ക് ജീവൻ തന്നത്. അതെടുക്കുമ്പോൾ നിങ്ങൾ എന്താ ദുഃഖിക്കുന്നത്? അപ്പോ പറയുന്നത് വെച്ചാൽ ഭഗവാന്റെ ഒരു മായ. അങ്ങനെ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞു. എന്താ ചോദിച്ചാൽ കുചേലബ്രാഹ്മണൻ അവിടെ നിന്ന് പുറപ്പെട്ട് ഉറക്കങ്ങളിൽ എല്ലാം കൂടി അവിടെ എത്തി. രാജധാനിയിൽ എത്തിയ സമയത്ത് കൃഷ്ണൻ ആലിംഗനം ചെയ്തു. എന്നിട്ട് ഇയാളെ പിടിച്ചു. അപ്പോൾ നമ്മുടെ രുക്മിണി ദേവി അനേകം ആൾ ദേവിയും ഈ രുക്മിണി ദേവിയും ലക്ഷ്മി ദേവിയും എല്ലാം ഒന്നാണ്. ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാര് ഇവിടെ ആരാ? ശിവനാണ്. ഇത് കൃഷ്ണൻ എല്ലാം ഒന്ന് തന്നെയാണ്. ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരായിട്ട് ഒന്നാണെങ്കിലും മൂന്നാണ്. ഇത് കാണിക്കുന്നത് മാത്രമേ. അപ്പോ എന്താ ചോദിച്ചാൽ ഇവിടെ കുചേലബ്രാഹ്മണന്റെ കൈ പിടിച്ചിട്ട് നേരെ അന്തപുരത്തിന് 7ാം മാളിക മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ദാസിമാരെല്ലാം വന്നു, രുക്മിണി ദേവി വന്നു. എന്നിട്ട് ആനയിച്ചു. അപ്പോൾ ഒരാനയ്ക്ക് ഒരു വയസ്സുള്ള സ്ത്രീകൾ എന്നാൽ ഇത്ര വയസ്സുള്ള ആൾ എന്താ ചെയ്തത്? അപ്പോൾ പറഞ്ഞു, അയ്യോ നമ്മളെ ഭഗവാന്റെ ഏറ്റവും അടുത്ത സുഹൃത്തില്ലേ ഇത് പറഞ്ഞു. അതെയോ? അങ്ങനെ അന്തപുരത്തിലെത്തിയിട്ട് കാലൊക്കെ കഴിച്ചു, തീർത്ഥക്കരയിൽ ധരിച്ചു. അങ്ങനെ രണ്ടുപേരും ഈ സുഹൃത്തുക്കൾ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ പിടിക്കും, ഇങ്ങനെയൊക്കെ കൈകൊണ്ടാകും. അതെന്താ കാര്യം? ഇപ്പോൾ സ്ത്രീകള് നിങ്ങൾക്കൊക്കെ അറിയാൻ സാധിക്കും. ഇപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ തങ്ങേ കുട്ടികളെ നിനക്ക് ഇഷ്ടപ്പെടുന്നു. പക്ഷെ ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യുക? കുട്ടിയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളിപ്പോ പഠിക്കുന്നത് എന്താ അറിയാം നമുക്ക്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു സ്ത്രീകളെ പറഞ്ഞില്ല. ഈ ചുണ്ടൻ തന്നെ എടുത്തിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അപ്പൊ ഇഷ്ടപ്പെട്ടു എന്ന് ഇതൊക്കെ അപ്പൊ ഇഷ്ടപ്പെട്ടു. അതേപോലെ ഭഗവാൻ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞ് എന്തുണ്ടായി? എന്താ കാര്യം? എന്തൊക്കെയുണ്ട് വിശേഷമില്ല. നമ്മൾ പണ്ട് ഗുരുകുല വിദ്യാഭ്യാസം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഭഗവാൻ
ഗുരുവിന്റെ പത്നിയുടെ പ്രേരണയാല് നമ്മൾ പോയിട്ടുണ്ട് എവിടെ വിറക് ശേഖരിക്കാൻ വേണ്ടി സന്ധ്യാസമയത്ത്. അവിടെ എത്തിയ സമയത്ത് ഘോരമായ മഴ വന്നു, വെള്ളം മുഴുകാൻ തുടങ്ങി കാട്ടില്. ആ സമയത്ത് ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ കഴിച്ചുകൂട്ടി. പ്രഭാതമായപ്പോൾ ഗുരുപത്നിയുടെ പ്രേരണയാല് അവിടെ വന്നു. എവിടെ? കാട്ടിൽ വന്ന് കൂട്ടിക്കൊണ്ട്. ഓർമ്മയുണ്ടോ കുചേലബ്രാഹ്മണൻ? ആ ഓർമ്മയുണ്ട്. എങ്ങനെ ഓർക്കാനും? ഈ ബിൽഡിങ്ങും വാർപ്പൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോ കുചേലബ്രാഹ്മണൻ ചിന്ത, എന്റെ ഭാര്യ മക്കൾ പഠിപ്പില്ല, എന്താ എന്താ ചിന്തിക്കുന്നില്ല. ഒന്നുമില്ല. അപ്പൊ പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പൊ വരുന്ന അവസരത്തില് എന്താ ഉണ്ടായെന്ന് ചോദിച്ചാല് പിന്നെയും ചോദിച്ചു, ആ വിറക് ശേഖരിക്കാൻ. ആ ചിന്തയ്ക്ക് വേറെയാ. ഈ ചെവിളിൽ കേട്ടിട്ട് അപ്പോ അങ്ങനെ കഴിഞ്ഞ് കുറച്ചും കൂടെ അങ്ങോട്ട് ഇരുന്നിട്ട് പറഞ്ഞു, ഗുരു വിദ്യാഭ്യാസം കഴിഞ്ഞ ശേഷം ഒന്നും വേണ്ടിയില്ല. വിദ്യാഭ്യാസം കഴിഞ്ഞ് എന്നിട്ട് ഗുരുദക്ഷിണ കൊടുത്ത ശേഷം പത്നിയെ സ്വീകരിച്ചില്ല. അത് കഴിഞ്ഞ് ഇങ്ങനെ സഞ്ചരിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങളായി പറഞ്ഞിട്ട് ഭഗവാൻ കുചേലബ്രാഹ്മണുമായിട്ട് സല്ലപിച്ചിരുന്നിട്ട് നേരം പോയി അറിയില്ല. ജനങ്ങളുടെ ഹൃദയം അറിയുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ ഇങ്ങനെ അടുത്തിരുന്നു കൊണ്ട് സല്ലപിച്ചിരുന്നു കൊണ്ട് ഒന്നും ചോദിച്ചില്ല. ഉടനെ കുറച്ചുകൂടെ അങ്ങോട്ട് അടുത്തിരുന്ന് സുഹൃത്തെ എന്ന് പറഞ്ഞു. ഇപ്പഴങ്ങനെയല്ല. ഓ നമസ്കാരം, കയ്യൊക്കെ കൊടുത്തു. അതെല്ലാം കഴിഞ്ഞിട്ട് കുചേലബ്രാഹ്മണൻ ചോദിച്ചിട്ടില്ല. ഇല്ലെന്ന് വരുമ്പോൾ ആ പഴയ സുഹൃത്ത് എന്ന നിലയിൽ എന്തെങ്കിലും ഒരു ഉപകാരം അങ്ങോട്ടൊക്കെ നോക്കാം. ഇതൊന്നും ചെയ്യുന്നില്ല. അപ്പൊ ഇത് ഒന്നും കൂടെ പറഞ്ഞു, എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ ഈ സുഹൃത്തെ കാണാൻ? കുറെ കാലല്ലേ. ഒന്നുമില്ല. അപ്പോൾ ഭഗവാൻ അറിയാത്തതായിട്ട് എന്താണ്? അസാധ്യമായിട്ട് ഒന്നുമില്ല ഇവിടെ. ഭഗവാൻ അറിയാത്തത് ഉടനെ പറഞ്ഞു. എന്താ പറഞ്ഞത്? പത്രം, പുഷ്പം, തോയം, വെള്ളം, എത്ര നിസാര വസ്തുവായാലും ഭക്തന്മാർ തരുന്നത് ഞാൻ സ്വീകരിക്കും ഭഗവാൻ പറഞ്ഞു. എന്നിട്ട് മനസ്സിലായില്ല. അങ്ങനെ ഒന്നിങ്ങനെ നോക്കിയിട്ട് ഈ നമ്മള് പ്രത്യേകിച്ച് ഈ പുതിയ കിട്ടുന്ന നിങ്ങൾ എന്റെ പുതിയ കാണാൻ കഴിയില്ല. കാരണം ഇത് വീട് വെച്ചിട്ട് പുറപ്പാട് മനസ്സിലാക്കുന്നില്ല. അപ്പൊ അത് എടുത്തിട്ട് ഇപ്പോ അങ്ങ് പിടിച്ചു. ഭഗവാൻ തേരി അങ്ങോട്ട് പിടിച്ചിട്ട് പറഞ്ഞു, ഓ ഇതാന്നല്ലേ. അല്ല, കെട്ടം കഴിച്ചിട്ട് ഭാര്യ വീട്ടിൽ കഴിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത്രയും നല്ല അവര് കൊണ്ടുവന്നിട്ടാണ്. എന്തൊരു രുചിയാണിത്. കല്ലുമണ്ണുകൊണ്ട് അത്രയും സ്വാദം. പക്ഷെ ഉണ്ടാവും. അവിടെ വെച്ച് ഒരു പിടിങ്ങനെ കയ്യെ പിടിച്ചിട്ട് ഇപ്പൊ ഒന്നാമത്തെ എന്തൊരു ഗുണം. ഇത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ആ പഴയ കാലം തോന്നി. പണ്ട് പറയാറില്ലേ, നമ്മുടെ കൃഷ്ണഭഗവാൻ എപ്പോഴും അവനിഷ്ടമാണ്, പഴയതിന് ഇഷ്ടമാണ്. ഇങ്ങനെ പിടിച്ചിട്ട് തൃക്കൈ കൊണ്ട് ഭാര്യയും കഴിച്ചു. അപ്പോൾ പറഞ്ഞു, എന്തൊരു സ്വാധീന അവന്, ഇത്രയും നല്ല അവര് കൊണ്ടുവന്നിട്ടാണ് മിണ്ടാതിരിക്കുന്നത് എന്ന് ചോദിച്ച് രണ്ടാമത്തെ തൃക്കൈ കൊണ്ടിതാ അങ്ങ് വാഴാൻ വേണ്ടി നോക്കുമ്പോൾ രുക്മിണി ദേവി ഓടിച്ചത് മതി മതി കയ്യാൾ പിടിച്ചു. നീ എന്താ കൈ പിടിക്കുന്നത്? രുക്മിണി ദേവിയുടെ കൈ കൊണ്ട് പിടിച്ചു. ഒരു പിടി വാങ്ങി ഒരിക്കൽ കഴിച്ചാൽ തന്നെ കുചേലബ്രാഹ്മണന്റെ പത്നിക്ക് പുരോഗതിക്ക് ധാരാളമായി അഭിവൃദ്ധിക്ക് ഒരു പിടി കഴിച്ചാൽ. ഇനി രണ്ടാമത് നിങ്ങൾ കഴിച്ചാൽ കുചേലബ്രാഹ്മണന്റെ ഭാര്യയുടെ ദാസിയായിട്ട് അത് വേണോ? വേണ്ടേ വേണ്ട, പ്രിയത് വേണ്ട. നീ അവരുടെ ദാസി, എന്റെ ദാസി തന്നെയല്ല. എന്നിട്ട് വേണ്ട നീ അവരുടെ ദാസിയാകും വേണ്ട. അങ്ങനെ അവിടെ പറഞ്ഞു. രാത്രിയിൽ സുഖമായ സദ്യയൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു.
ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സുഖമായി കിടന്നുറങ്ങിയിട്ട് പ്രഭാതത്തിൽ എഴുന്നേറ്റ് കൃഷ്ണ ഞാൻ പോകട്ടെ കൃഷ്ണ, എന്നാൽ പോയി എപ്പോഴും വേണമെങ്കിലും എന്റെ സുഹൃത്തിന് ഇവിടെ വരാം. പോയ സമയത്ത് ഇങ്ങനെ നടന്ന് തന്റെ ഗ്രാമത്തിലെത്തിയ സമയത്ത് ഒന്നും മനസ്സിലായി, ഇതെന്റെ ഗ്രാമല്ലേ, ഇതെന്താ ഇങ്ങനെ കാണുന്നത്? ഇങ്ങോട്ട് തന്നെ പോകും. കുറെ അവിടെ എത്തി, തന്റെ ഗ്രാമത്തിന്റെ മുമ്പിലെത്തി, വീണ്ടും ഇങ്ങോട്ടുണ്ടോ എന്നിട്ട് ചോദിക്കാം. ഇങ്ങനെ ചിന്തിച്ചു, എന്താ ഒരു പിടിയും കിട്ടുന്നില്ല. ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നിട്ട് കുറച്ചുകൂടെ മുമ്പോട്ട് നടന്ന സമയത്ത് സർവഭൂഷണിയായിട്ട് അതിമനോഹരിയായിട്ട് തന്റെ ഭാര്യ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോ എന്റെ ഭാര്യ നേരെ പോയ സമയത്ത് കുട്ടികളൊക്കെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. കുട്ടികൾ പറഞ്ഞു, അച്ഛൻ ഇനി എന്തായി പറഞ്ഞു, അതാ അച്ഛൻ ഇതെന്തൊരു അത്ഭുതം, ഇങ്ങനെയല്ലോ ഇന്നലെ പോയപ്പോ. നേരെ അങ്ങോട്ട് പോയ സമയത്ത് കൃഷ്ണ ഇങ്ങനെ നേരെ അങ്ങോട്ട് പോയി. ഏതാനും ദാസിമാരോട് കൂടിയിട്ട് എല്ലാവരും കൂടിയിട്ട് അദ്ദേഹത്തെ ആദരിച്ച് സൽക്കരിച്ചുകൊണ്ട് അതിന്റെ അകത്തേക്ക് കയറിയിട്ട് നാരായണ നാരായണ എന്ന് വിളിച്ചിട്ട് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു പറയാം, ഇതെങ്ങനെ സംഭവിച്ചു ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ ഇന്നലെ രാത്രിയില് നല്ല മഴ, ഇടിയും ഇന്നലെ ഘോരമായ മഴ വന്ന സമയത്ത് ദേവലോക സുന്ദരി, ഇന്ദ്രാദി ദേവന്മാരെടുക്കട്ടെ ഉള്ളൊരു സുന്ദരി കുട്ടികളുണ്ട് 4 പേര്. അറിയോ? ഉർവശി, മേനക, രംഭ, തിലോത്തമ. ലോകസുന്ദരികളാണ്. നാഗലോക സുന്ദരിയാണ് ഉർവശി. അതൊക്കെ വിശദീകരിച്ചിട്ട് പറയാറുണ്ട്. അപ്പൊ അതില് ഉർവശി അത്രയും സുന്ദരിയായിട്ട് ഒരു സ്ത്രീ അകത്തേക്ക് കയറി ആ മഴയത്ത് ഉദയപത്നി പറയുന്നതാണ്, ഒരു സ്ത്രീ ഇങ്ങനെ സുന്ദരിയായിട്ട് അകത്തേക്ക് കയറി. പക്ഷെ ഒന്നും പറയാൻ തോന്നിയില്ല അവരുടെ സൗന്ദര്യം കണ്ടിട്ട്. അകത്തേക്ക് കയറി പെട്ടെന്ന് ഞങ്ങളെല്ലാം ഉറങ്ങിപ്പോയി. പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്ന അവസരത്തിൽ 2 വാക്കിന്റെ കെട്ടിടം, അനേകം ദാസികൾ കട്ടില് കിടക്ക. അത്ഭുതപ്പെട്ടു. നാരായണ നാരായണ കൃഷ്ണ, ഞാനൊന്നും ചോദിച്ചില്ല അറിഞ്ഞതുകൊണ്ട്. എന്തെങ്കിലും വേണോ എന്ന് കൃഷ്ണൻ എന്നോട് ചോദിച്ചില്ലല്ലോ. ഇവിടെ ഇപ്പോഴും എന്തൊരു സ്ഥിതി, എങ്ങനെ അറിഞ്ഞു കൃഷ്ണ നാരായണ എന്ന് പറഞ്ഞ് കണ്ണീരൊഴുകിക്കൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ച് അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ എന്താണ് ഉണ്ടായത് ചോദിച്ചാൽ, ഇതെങ്ങനെ സംഭവിച്ചു നിങ്ങൾക്ക് ചോദിക്കാം, മനസ്സിലാക്കട്ടെ. അപ്പോ ഉദയബ്രാഹ്മണനോട് കൃഷ്ണ ഭഗവാൻ ഇങ്ങനെ കുശലം പറയുന്ന അവസരത്തില് ഈ ചില സ്ഥലത്ത് ഒരു പ്രശ്നം. എന്താ പ്രശ്നം? ഇപ്പോൾ ഉച്ചക്ക് ഊണ് കഴിഞ്ഞാൽ ഒരു 60 വയസ്സിന് മേലെ ആണുങ്ങളൊക്കെ കിടന്നു പോകും. ചിലപ്പോൾ എല്ലാവരും ആ സമയത്ത് ഭാര്യ വന്നിട്ട് അപ്പുറത്തെ ആള് വന്നിട്ടുണ്ട്. നേരെ കൃഷ്ണ പുറത്തേക്ക് ഒരാൾ പുറത്തേക്ക് വന്നിട്ട് എന്തൊക്കെയാ പറയുന്നത് അതിശാന്തമായ എന്താ ചെയ്യാ, പ്രവേശന ഒന്നിങ്ങനെ എന്താ പറയുന്നത്. അങ്ങനെ ചില ഭർത്താക്കന്മാരെ മറ്റുള്ളവരെ സംസാരിക്കുന്നത് നിങ്ങളല്ല തെറ്റിദ്ധരിക്കരുത്. അപ്പോ ഭർത്താക്കന്മാരെ സംസാരിക്കുന്ന അവസരത്തില് ചില ഭാര്യമാർ ഇങ്ങനെ ഇടക്കണ്ടിട്ട് ഇങ്ങനെ നോക്കും, എന്തെങ്കിലും പറയുന്നില്ല. അതേപോലെ നിങ്ങൾ മാത്രമല്ല കേട്ടോ, സാക്ഷാൽ ലക്ഷ്മി ദേവി ആ വാതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇതിന്റെ വ്യാഗിരി എന്താ പറയുന്നത്, വ്യാഗിരി. അപ്പൊ അതിന്റെ ഇടയ്ക്ക് കൂടെ തോന്നിട്ടെങ്കിൽ നോക്കിക്കൊടുക്കും. ഉദയബ്രാഹ്മണനും കൃഷ്ണനും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പത്നിയായ ലക്ഷ്മിക്ക് എത്തിയൊക്കെ സമയത്ത് കണ്ടു ആര് ശ്രീകൃഷ്ണഭഗവാൻ പറഞ്ഞു, ഇങ്ങനെ എന്താ ഇങ്ങനെയാക്കി ഇങ്ങനെയാക്കി. അതിന്റെ അർത്ഥം മനസ്സിലായോ? ഇങ്ങോട്ട് വാ, നീ ഉടനെ എടുത്തേക്ക് ഉദയബ്രാഹ്മണന്റെ കെട്ടിടത്തിലേക്ക് പോവും, ഉടനെ പോയിക്കോളൂ എന്ന്. ലക്ഷ്മി ദേവിയാണ്, രുക്മിണിയാണെങ്കിൽ ലക്ഷ്മി ദേവിയാണ്. ആ ലക്ഷ്മി ദേവി ശ്രീകൃഷ്ണന്റെ വാക്ക്
ആജ്ഞ പാലിച്ച് നേരെ പോയി. അവനാണ് ആ കുടുംബത്തിന് ഇത്രയും സൗഖ്യം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ വൈക്കം, പാലക്കാട്, എറണാകുളം ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ ലക്ഷ്മി ദേവി വിളയാടട്ടെ എന്ന് എഴുതിക്കുക. എവിടെ? ചില വീട്ടിന്റെ മുമ്പിൽ. പറഞ്ഞ സമയം ഒരുപടി ആവാറായി. അപ്പോ ഭക്തി കൊണ്ടാണ് അങ്ങനെ അവരൊക്കെ നിർദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ഭഗവാനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ, അസാധ്യമായിട്ട് സർവാത്മനാ ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാകണം എന്ന് മാത്രമല്ല, നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും ഭക്തന്മാരാണ് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു സപ്താഹം വരുന്ന അവസരത്തിൽ പുസ്തകങ്ങളൊക്കെ എടുത്തിട്ട് പാരായണം ചെയ്യുന്ന സമയത്ത് അതെല്ലാം ശ്രദ്ധിക്കണം, നന്നായിട്ട് ശ്രദ്ധിക്കണം. എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഭാവി ഉണ്ടാകും, യാതൊരു സംശയവുമില്ലെന്ന് മാത്രമല്ല, ജീവിതം ഒരു ഐശ്വര്യപൂർണ്ണമായ ഒരു ജീവിതം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കാരണം നിങ്ങളെല്ലാം ഭാഗ്യവന്മാരാണ് തോന്നുകയാണ്. ശ്രീമദ് ഭാഗവതം നടക്കുന്ന വേദിയുടെ മുമ്പിൽ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് പാരായണം ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനപ്പുറം ഭാഗ്യം നിങ്ങൾക്കില്ല. ഇതൊന്നും പോയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? പാപകർമ്മങ്ങൾ ചെയ്തിട്ട് നരകത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല, 12:55 നിർത്തണം. കാരണം പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ അനുഭവം അറിയോ? മരണം സംഭവിക്കുന്ന അവസരത്തിൽ പാപകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുമല്ലോ. അന്നേരം യമധർമ്മന്റെ സൂര്യപുത്രനായ യമകിങ്കരന്റെ യമധർമ്മ രാജാവിന്റെ കിങ്കരന്മാർ ഇങ്ങനെ വന്നിട്ട് ഭയപ്പെടുത്തുന്നതാണ്. ആ ഭയപ്പെടുത്തുമ്പോൾ നമ്മൾ ഭയപ്പെടും. ആരും സഹായിക്കാൻ കഴിയില്ല, ഇയാൾ മാത്രമേ ഈ കൃഷ്ണനെ സഹായിക്കൂ. അങ്ങനെ ചെയ്യുന്ന അവസരത്തില് നാരായണ നാരായണ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആരെല്ലാം പോകുമ്പോൾ, ഒരാൾ വയസ്സായി കിടക്കുന്ന അവസരത്തില് ഒരു ബ്രാഹ്മണനെ കൊണ്ട് സഹസ്രാമം ജപിക്കണം എന്ന് പറയുന്നവരുണ്ട്, ഇല്ലേ? ചിലയാൾ അത് ജപിച്ചു കഴിഞ്ഞാൽ അവരുടെ ബ്രാഹ്മണ ദേശത്തിൽ വന്നിട്ട് അവരുടെ അടുത്ത് ചുരുക്കത്തിൽ പറയാം. ഇപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ യമകിങ്കരന്മാര് മറ്റൊരു ശരീരത്തിലേക്ക് വിളക്കിനെ തിരുപോലെ ആത്മാവ് ഇങ്ങനെ എടുത്തിട്ട് കൊടുക്കും. എന്നിട്ട് വൈദ്യരണി എന്ന ഒരു നരകമുണ്ട്, അവിടെ ചെയ്തു. അപ്പോൾ അവിടെ ചിത്രഗുപ്തനുണ്ട്, അവിടെ എഴുതിയിട്ടുണ്ട് 4,88,855 കുഞ്ഞിരാമൻ TPO. അയാൾ വളരെ മോശപ്പെട്ട സ്വഭാവം. ഉടനെ ശിക്ഷ എന്താ? വലിയ വട്ടത്തിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് അത് മാത്രമല്ല പച്ച മാസം തീറ്റിക്കും, പാമ്പിനെ ഇതൊക്കെ അതൊന്നും വേറെ നിങ്ങൾക്കില്ല. നിങ്ങൾ ഭയപ്പെടണ്ട, അതിന്റെ പാവത്തിന് പറയാൻ സാധിക്കില്ല. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ പാപകർമ്മങ്ങൾ ചെയ്തിട്ട് മരണമടഞ്ഞാൽ നമ്മൾ ശിക്ഷ അനുഭവിച്ചേ പറ്റും. കാരണം നമ്മൾ ഇവിടെ ചെയ്ത കർമ്മത്തിന്റെ തോതനുസരിച്ച് അവിടെ എത്തിക്കഴിഞ്ഞാൽ ശിക്ഷ നമുക്ക് ലഭിക്കും. എങ്ങനെയെന്ന് ചോദിച്ചാൽ, രാവിലെ എഴുന്നേറ്റിട്ട് എടോ സാവിത്രിയുടെ കുഞ്ഞിന് ദേശം ചൂടുണ്ടല്ലോ, ഉടനെ കൊണ്ടുപോയി ആസ്പത്രിയിൽ. ഉടനെ ഇപ്പോഴൊന്നും കാണാറില്ല, ഒരു സാധനം പറയാ തെർമോമീറ്റർ 98.4 ഡിഗ്രിയാണ് ഒരാൾക്ക് ഉണ്ടാവുന്ന ചൂട് ഡോക്ടർ പറയും. അപ്പൊ അതെടുത്തിട്ട് ഇന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോ 102 പനിയാണ്, കുട്ടിയെ ശ്രദ്ധിക്കണം. ഉടനെ എഴുതി എന്താ പാരസെറ്റാമോൾ 250 നിങ്ങൾക്ക് പറഞ്ഞാൽ കുറെ കഴിഞ്ഞ് വീണ്ടും ടെസ്റ്റ് ചെയ്ത സമയത്ത് 104 കുട്ടിക്ക് പനി കൂടുതലാണ്. ഞാൻ ഇന്ന് ഗുളിക തരാം, അല്ലെങ്കിൽ വേറെ ഡോക്ടറെ കാണാം. എന്താ അപ്പൊ ഉടനെ പാരസെറ്റാമോൾ 650 രാവിലെ ഉച്ചക്ക്. അപ്പൊ ഞാൻ പറഞ്ഞത് പാപകർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ തോത് ഒരു ഡോക്ടർ രോഗിയെ ചികിത്സിക്കുന്ന പോലെ ആണ്. അത് മാത്രമല്ല, ഇതിന്റെ തോത് മാത്രമല്ല, നമ്മൾ പാപകർമ്മങ്ങൾ ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് അന്നദാനം അല്ലെങ്കിൽ മറ്റൊന്നും ചെയ്യില്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത്?
ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് കരുണാനിധിയായ ഭഗവാനെ ഞാൻ ഇതുവരെ പല തെറ്റുകളും ചെയ്തിട്ട് അതൊക്കെ ക്ഷമിക്കണം എന്ന് പ്രാർത്ഥിച്ചതായി വീണ്ടും അങ്ങനെ ചെയ്താൽ പറ്റില്ല. ഒരു കള്ളനെ പോലീസുകാരെ പിടിച്ചിട്ട് ജഡ്ജികൾക്ക് എത്തിയപ്പോൾ 5 കൊല്ലം ശിക്ഷ വിധിച്ചു. ശിക്ഷ വിധിച്ചിട്ട് 5 കൊല്ലം കഴിഞ്ഞ സമയത്ത് കുഞ്ഞിരാമ നിങ്ങൾ പോയി കുഞ്ഞിരാമല്ല ഒരാൾ പോയി കുറച്ച് അങ്ങനെ എത്തുമ്പോഴേക്കും സുപ്രീം ഓടി സോറി അയാൾക്ക് സോറി എന്താ സോറി എന്ന് പറഞ്ഞാൽ സോറി അയാൾ സോറി. അടുത്ത് ചെന്ന സമയത്ത് ചോദിച്ചു നിങ്ങൾക്ക് 5 വർഷം കഠിന തടവ് 10 ദിവസം കൂടുതലായിട്ട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ കള്ളം പറഞ്ഞ അതിനെന്താ ഒരു വിഷമം അടുത്ത ചെയ്തിട്ട് അടുത്ത ജന്മം അല്ല അടുത്തതായിട്ട് വരുവാൻ വീണ്ടും വരണമെന്നാ പറയുന്നത്. അപ്പൊ പാപകർമ്മം വീണ്ടും ചെയ്യും എന്നർത്ഥം. അങ്ങനെ പാടില്ല. നമ്മള് പാപകർമ്മങ്ങൾ സത്കർമ്മങ്ങൾ ചെയ്യാതെ പാപകർമ്മങ്ങൾ ചെയ്ത് പ്രാർത്ഥിച്ച ശേഷം വീണ്ടും പാപകർമ്മങ്ങൾ ചെയ്യരുത്. കൂടുതലെല്ലാം തന്നെ കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഒറ്റ എത്തിരിക്കും, പക്ഷെ എടുത്തിട്ടില്ല. കുറേ ഇരുന്ന കഥകളുണ്ട് ശ്രീമദ് ഭാഗവതത്തിൽ. അപ്പോൾ ഞാൻ എടുത്ത പറഞ്ഞു ശിവമാർ ഒരു ചേർച്ച തരണം, ഒരുവിധം ഭക്തന്മാരാക്കി തീർക്കാൻ വേണ്ടിയിട്ട് പണമൊന്നും പ്രശ്നമില്ല. അത് പറയുമ്പോൾ ഞാൻ ശ്രീമദ് ഭാഗവതത്തിൽ പോയി കഴിഞ്ഞാൽ 80 വീട്ടിൽ 2 ആവാതെ വീട്ടിലുണ്ട് ഭാഗവത്തിലകം മാസം വലിയ വിവരമൊന്നുമില്ല കേട്ടോ, വയസ്സായില്ല. അപ്പോ അവാർഡൊക്കെ കിട്ടിയപ്പോൾ ഞാൻ പണത്തിന് പറയാനില്ല, ഇത്ര രൂപ വേണം സപ്താഹത്തിൽ എന്ന് പറയാനില്ല. കാരണം നാരായണ എന്ന് വിളിച്ചിട്ട് 5000 രൂപ വേണം. ഇത് കൊണ്ടുപോകാൻ സാധിക്കും, പണം നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഒരു ദക്ഷിണ വേണം, ഒരു 10 15 ഒക്കെ 25 30 നമ്മുടെ നാട്ടിൽ 50,000 രൂപ വരെ വാങ്ങുന്നുണ്ട്. പക്ഷെ എല്ലാവരും എനിക്ക് ശത്രുക്കളാണ്. ഈശ്വരൻ പൈസ പറയുന്നത് ഞാൻ പൈസ പറയാനില്ല. കാരണം കുട്ടികൾ 2 പേരാണ്. ഭാഗവതം തുടങ്ങിയിട്ട് 13 കൊല്ലമായി. ഇപ്പോൾ ആ ഭാഗവതം പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ മൂത്ത മകൻ സ്കൂൾ മാഷ് MA പഠിച്ചിട്ടുണ്ട്. അവിടെ സാധുവാണ്. രണ്ടാമത്തവൻ ആദ്യം സെൻട്രൽ ചെയ്ത് വാടക ഇപ്പോൾ രജിസ്റ്റർ ഓഫീസർ. 2 പേർക്കും ജോലിയുടെ മൊത്തം വിഭാഗത്തെ വെച്ച് താമസാക്കിയിട്ടുണ്ട്. അപ്പോ അഹങ്കാരമല്ല, നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. ഭഗവത് ധ്യാനം ചെയ്തു കഴിഞ്ഞാൽ ഈ ജീവിതത്തിൽ ഒരു നല്ല ജീവിതം നിങ്ങൾക്കുണ്ടാകും. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിന്റെ കാര്യം പ്രത്യേകിച്ചൊന്ന് പരിഗണിക്കണം. ഞാൻ വന്നപ്പോൾ ഈ ക്ഷേത്രത്തിനെ ഞാൻ ചിന്തിച്ചു, വെള്ളം വീശിയില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇയാൾ നിങ്ങളെ അരിമാണോ ചോദിച്ചു, എൻ്റെ സാമ്പത്തികമായിട്ട് വെള്ളം. ഇപ്പോൾ അദ്ദേഹമുണ്ട് എല്ലാ കമ്മിറ്റിക്കാരുടെ പേര് എനിക്ക് അറിയാത്തത് കൊണ്ട് പ്രത്യേകം എടുത്തു പറയുന്നില്ല. നമ്മുടെ ഹരിമാറുമായിട്ട് കൂടുതൽ ഇങ്ങനെ വർത്തമാനം പറയേണ്ട ആവശ്യമൊന്നും കേസനുമായിട്ടുള്ള ശാന്തിയുടെ കാര്യം ശാന്തിക്കാരുടെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇവിടെ വന്ന് ഓരോ കാര്യങ്ങളായിട്ട് പറയുമ്പോൾ അദ്ദേഹം ഇവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. അധികമൊന്നും പറഞ്ഞില്ലെങ്കിലും ഹരികുമാറിന് മനസ്സിലായി. അതുപോലെ തന്നെ മറ്റുള്ള കമ്മിറ്റി ആരുടെ ആണെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാവർക്കും എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ കുറേ കാലം കഴിഞ്ഞ് പ്രതിഷ്ഠ നടത്തിയിട്ട് ഇങ്ങനൊരു അമ്പലം കാണാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. എന്നെ വിളിച്ചത് ഹരികുമാറെ ഇങ്ങനെ വരണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുമെന്നല്ല, 24 പരിപാടിയുണ്ട്, അത് ഞാൻ മാറ്റിവെച്ചു. കാരണം ഞങ്ങൾക്ക് തന്ത്രസ്ഥാനം. അപ്പോൾ അവിടെ അത് മാറ്റി വെച്ചിട്ട് ആണ് ഇങ്ങോട്ട് വരുന്നത്. വൈകുന്നേരം ഒരു പരിപാടിയുണ്ട് തന്ത്രസ്ഥാനത്തെ കുറച്ച്. അപ്പോൾ എൻ്റെ ചുരുക്കത്തെ പറയുമ്പോൾ 5 മിനിറ്റേ ഉള്ളൂ. നമുക്ക് ഒരു കാര്യം, ഈ ക്ഷേത്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് എൻ്റെ പ്രിയപ്പെട്ട ഭക്തന്മാര് ഭക്തികളും എല്ലാവരും വേണ്ട വിധത്തിൽ സഹായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ള വീടൊക്കെ ഒന്നിന് ബാക്കിന്റെ വേലയെ കിട്ടും, അതിന്റെ വേലയെ കിട്ടും. അങ്ങനെ നിങ്ങൾ ഉയർന്നു വരുന്ന അപ്പൊ പറയും, പണ്ട് പ്രഭാഷണം വന്ന ഒരാൾ ഈശ്വരൻ കൂടി അയാൾ പറഞ്ഞാൽ ഇതൊക്കെ ചെയ്തത് ഏടെയാണ് അയാൾ മരിച്ചു പോയി. കുറെ വർഷങ്ങൾ കഴിയുന്ന അവസരത്തിൽ മരിക്കണേ 24 വയസ്സിൽ പോകണ്ടേ, ഇവിടെ ആരാണാക്കിയെ പറ്റുന്നുണ്ടോ? 2 സപ്താഹം പേച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിനൊന്നും കൊടുക്കാൻ സാധിക്കില്ല, വലിയ വിവരമില്ല. പക്ഷേ ഏത് കഥമാണെങ്കിലും ഇങ്ങനെ രീതിയിൽ ഞാൻ പറയും. ഞാൻ സപ്താഹത്തിൽ പോയി കഴിഞ്ഞാൽ സാധാരണയായിട്ട് അന്നദാനം നടത്താൻ കമ്മിറ്റികൾക്ക് പൈസ ഉണ്ടാവില്ല. ആ ദിവസത്തിന്
എല്ലാവരും പറയും 7,000 രൂപ 6,000 രൂപ. ഞാൻ ഇടയ്ക്ക് ഇവിടെ പോയ സമയത്ത് അവർ വന്ന് തിരുമേനി ഇവിടെ അന്നദാനം നടത്താൻ ആവില്ല. ഉടനെ വിളിച്ചു പറഞ്ഞു, സാമ്പത്തിക ശേഷിയുള്ള കുറേ ഭക്തന്മാര് അന്നദാനം നടത്തണം. ശിവൻ ഭാഗവതം ചെയ്യുക. 7 അന്നദാനം കിട്ടിപ്പെട്ടത് 7,40,000 രൂപ ഒരു മണിക്കൂർ കൊണ്ട് വാങ്ങിയപ്പോൾ സന്തോഷമായി. എനിക്ക് തരാനാണ് എന്താ വേണ്ടി ചോദിച്ചു. 15,000 രൂപ ദക്ഷിണ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു 2 രൂപ അങ്ങോട്ട് എടുത്തോ. ഊണ് കഴിക്കും. ഇപ്പൊ ഊണ് കഴിക്കാൻ പോയാൽ മതി 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 1,000 രൂപ നിങ്ങൾക്ക് തിരുമേനി അപ്പോൾ അങ്ങനെ ആകരുത്. ഭാഗവത്തിന് തേച്ച് കിട്ടാൻ വിസ്തരിച്ച് പറയാം. ഞാൻ ഒരുപാട് പറഞ്ഞിട്ട് പൈസ നോ പ്രോപ്പർ. പൈസ എത്ര വേണ്ടത് നിങ്ങൾക്ക് വേണം പൈസ. അങ്ങ് പോകുമ്പോൾ പൈസ അത് പറയാം. നമ്മൾ പോകുന്ന അവസരത്തിന് ഒന്നും കൊണ്ടുപോകില്ല എന്നല്ലേ നിങ്ങളുടെ വിശ്വാസം? അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? നമ്മൾ മരിക്കുന്ന അവസരത്തിൽ കൊണ്ടുപോവാം. എന്നാൽ ഉണ്ട് നിങ്ങൾ കൊണ്ടുപോകില്ല പറഞ്ഞാൽ ഞാൻ ചില പുസ്തകങ്ങൾ മാത്രമല്ല ചില പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് നമ്മുടെ ആത്മാവ് എന്താ? ഈ ആത്മാവ് പറഞ്ഞാൽ ഇത് വെളുപ്പിനെ തിരിവെയുള്ള ആത്മാവ് കൂടെ സൽക്കർമ്മത്തിന്റെയും പാപകർമ്മത്തിന്റെയും ഫലം ഈ ആത്മാവിന്റെ കൂടെ നേരെ അങ്ങോട്ട് പോകും. എല്ലാം ഈശ്വര അങ്ങോട്ട് തന്നെ പ്രാർത്ഥിക്കുന്നത്. മോൾ ആകാശമുള്ളൂ, അവിടെ വൈകുന്നതല്ല. അതുകൊണ്ട് മനസ്സിലാക്കാം. 16 ഭാഗത്താണ് വൈകുന്നത്. വ്യക്തമായിട്ട് അതിന് വിശേഷിച്ച് പിന്നീട് പറയാം. 89-ാമത്തെ ദശമസ്കന്ധത്തിൽ 89-ാമത്തെ അധ്യായത്തില് എന്താ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നമ്മളെ അർജുനൻ 10 കുട്ടികളെ ദ്വാരയിൽ താമസിക്കുന്ന 10 കുട്ടികളെ കിട്ടാത്തതിനാല് ഒരു തേര് കയറിയിട്ട് പടിഞ്ഞാറോട്ടാണ് പോയത്. അവിടെയാണ് വൈകുണ്ഠം. കേട്ടിട്ടില്ലേ? പിന്നെ നരകം എവിടെ ചോദിച്ചാൽ ഭൂമിയുടെ താഴെ 7 ലോകമുണ്ട്. ജലത്തിന്റെ ഉപരിയായിട്ട് നരകം ഉണ്ട്. അവിടെയാണ് നമ്മുടെ സൂര്യദേവന്റെ പുത്രനായ യമധർമ്മൻ ചെയ്ത് പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവിടെയാണ് നരകം. പിന്നെ മാത്രമല്ല 25,000 കോടി യോജന ദൂരമുണ്ട് ഇവിടുന്ന് വൈകുണ്ഠത്തിന് ഭൂമിയിലേക്കും 25,000 നിങ്ങൾ അത്രയും മനസ്സിലാക്കുക. നമ്മുടെ സമയം ആയിരിക്കുകയാണ്. ഞാൻ വളരെ ഒരു മണിക്കൂർ കൂടുതലായിരിക്കും. പ്രിയപ്പെട്ട ഭക്തന്മാരുടെ പ്രത്യേക പാതയിലേക്ക്, കാരണം നിങ്ങൾ ഉറച്ച് കേൾക്കുന്നുണ്ട്. നിങ്ങൾ ഇവരെല്ലാം അവിടെ ഇവിടെയൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നല്ല ശരിക്കും കേൾക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരേ പറയാനുള്ളൂ, നമ്മുടെ ക്ഷേത്രത്തിന് കഴിയുന്ന സംഭാവനകൾ നൽകി ഈ ക്ഷേത്രം നല്ലൊരു ക്ഷേത്രം, ഗുരുവായൂർ ക്ഷേത്രം പോലെ പുരോഗതി ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കും. ഇനി ഒരിക്കൽ ഞാൻ നോക്കുമ്പോൾ ഒരൊക്കെ ഇപ്പം ചെയ്തോ വെള്ള വിഷയം എന്റെ കേൾക്കുമ്പോ മോശമല്ല. നിങ്ങൾക്ക് ആർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ എത്ര ഇല്ലാതെ പറഞ്ഞാലും കുറേ സാമ്പത്തികമുണ്ട്. നിങ്ങൾ വിചാരിച്ച ക്ഷേത്രം പുരോഗതിക്കുണ്ടാവും. അതിനുവേണ്ടി കമ്മിറ്റികള് എല്ലാവരും കൂടി കുറേ പണിയെടുത്തു. അതിന് വേണ്ടപ്പെട്ടതെല്ലാം അവർ ചെയ്തിട്ടുണ്ട്. അത് കൂടുതൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റുമോ? ഞാനിപ്പോൾ ഇല്ലത്ത് 19 സപ്താഹത്തിൽ എന്റെ സ്വന്തം ചെലവ്. പക്ഷേ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാര് 2,000-3,000 കൊടുത്തത്. എന്നാലും എത്തില്ല. ഞാനാകുമ്പോൾ എനിക്ക് എല്ലാ സാധനങ്ങളും മൈക്കുണ്ട്, മുളയുണ്ട്, പാത്രങ്ങൾ, എനിക്ക് ദേഹം പറയാം. ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ നമ്മുടെ നാട്ടിൽ. അപ്പൊ അതൊക്കെ അങ്ങനെ സുഖമായിട്ട് കഴിയും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഭക്തന്മാരെ ചെറിയ തോതിൽ എപ്പോഴും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അതിനുള്ള അവസരം നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കി തന്നാൽ നമുക്ക് ഞാൻ വളരെ അടുത്ത സപ്താഹത്തിൽ ക്ഷണിക്കണം. വേണ്ടപ്പെട്ട ധനത്തെക്കുറിച്ചും ഐശ്വര്യപൂർണമായ ജീവിതത്തെക്കുറിച്ചൊക്കെ വിശദീകരിച്ച് പറയാം. വളരെ ഗംഭീരമായിട്ട് പണമൊന്നും പ്രശ്നമില്ല. പണം പ്രശ്നമില്ല. 50,000 സൂക്ഷിച്ചാൽ അതുകൊണ്ട് നമുക്ക് എല്ലാ ക്ഷേത്രത്തിലും കണ്ട് ആദ്യമായിട്ട് കണ്ട് നമ്പറൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ പുതിയ ശാന്തിക്കാരെ കണ്ട് പരിചയപ്പെട്ടു, പഴയ കണ്ടു. അതുപോലെ നമ്മുടെ സെക്രട്ടറിയെ കണ്ടു, നമ്മുടെ പരിമാറ് പ്രസിഡന്റ് മറ്റൊക്കെ ആരാണ് എനിക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ എല്ലാവർക്കും എൻ്റെ പ്രിയപ്പെട്ട ഭക്തന്മാർ ഒരു ഭക്തനായി തീർന്ന് ഇനി ഒരു പ്രാവശ്യം വരുമ്പോൾ പുസ്തകം അയച്ചിരിക്കണം. നിങ്ങൾ ഭാഗവതം എന്ന ഒരു പുസ്തകം നിങ്ങൾ കയ്യിൽ വെക്കണം. നല്ലതാണ്. മരിക്കുന്ന അവസരത്തിൽ പോലും കയ്യിലാൽ മോശം കിട്ടും. മാത്രമല്ല നമ്മുടെ
ഈ തുളസി ഉണ്ടല്ലോ, തുളസി തുടങ്ങാൻ വെള്ളയിക്കാത്തതുകൊണ്ടാണ്. തുളസി കയ്യിലുണ്ടായാൽ നല്ലൊരു ജീവിതം ഉണ്ടാകും. തുളസി എപ്പോഴും അവരവരുടെ കുടുംബത്തിൽ വേണം, വെള്ളയിക്കണം. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ല പുരോഗതി മാത്രമല്ല, ഒരു വർഷം കൊണ്ട് ഈ ക്ഷേത്രങ്ങളൊക്കെ ഉയർന്ന് ഗുരുവായൂരെ പോലെയാകുന്നു. അപ്പോൾ പണ്ട് നമുക്ക് ഈശ്വരൻ ഒരാൾ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഇപ്പോൾ ഞങ്ങൾ നോക്കാറുണ്ടോ എന്താ ക്ഷേത്രം ഇപ്പോൾ നല്ലൊരു വിദേശാധികാരം വന്നിട്ട് അയാൾ വേണ്ടപ്പെട്ടതും വേണ്ടതുപോലെ ഒരാളാണ് മനസ്സിലായിട്ടുണ്ട്. വേണ്ടപോലെ പൂശി കഴിഞ്ഞാൽ ഈ നാട്ടിലെ എല്ലാവർക്കും സൗഖ്യം ഉണ്ടാകും. അങ്ങനെ സൗഖ്യം തരാൻ വേണ്ടി ആ കൃഷ്ണൻ മറ്റു ദുർഗം എല്ലാവരും നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഇപ്പോൾ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അങ്ങനെ നീണ്ടു പോവുകയാണ്. അവിടെ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഞാൻ ഇവിടെ വെച്ച് നമസ്കാരം.